മാമോദീസ സ്വീകരിച്ചവർ എല്ലാവരും കർത്താവിനെ സാക്ഷ്യം വഹിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. വിശ്വാസത്തിൽ ഇടിവ് സംഭവിച്ചെങ്കിൽ അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം കുടുംബങ്ങളിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ചെറുപ്പക്കാര് പലപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള ആ ഒരു പരിഭവം അവരൊക്കെ കൊണ്ടുവരും. എല്ലാ കാര്യങ്ങളിലും എപ്പോഴും അങ്ങനെയല്ല. നന്നായിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ചെറുപ്പക്കാരെ വിശ്വാസമുണ്ട് ഇതിൽ പോലും നമ്മൾ യൂത്തിനെ എപ്പോഴും നന്നായിട്ട് പരിഗണിക്കണം. അവരാണ് ഇന്നത്തെ സഭയുടെ കരുത്ത്, നാളത്തെ സഭയുടെ ഭാവി. ഒരു 12ാം ക്ലാസ് വിദ്യാഭ്യാസം പൂർത്തിയായി കഴിഞ്ഞ് വെറുതെ കൂട്ടുകൂടി വിദേശത്തേക്ക് പലായനം ചെയ്യുന്ന ഒരു ഭാഗ്യാവസ്ഥ എന്ന് ഞാൻ പറയും. ഇന്ന് കാർഷിക മേഖല അവഗണിക്കപ്പെടുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. മനുഷ്യന്റെ ജീവന് മൃഗങ്ങളുടെ ജീവന്റെ പോലും വില കൊടുക്കാത്ത ഒരു സംസ്കൃതി. അപ്പോൾ ഈ കാർഷിക മേഖലയിൽ നിന്ന് നേരിടുന്ന വലിയ പ്രതിസന്ധിയും വന്യമൃഗശല്യം ഇതൊക്കെ ഓരോ വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്. എന്ന് വിവാഹം കഴിക്കണം, ഏത് പ്രായത്തിൽ വേണം, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ഓരോ വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ വിവാഹം കഴിക്കാതിരിക്കുക എന്ന് പറയുന്നത് തെറ്റായ ഒരു കാഴ്ചയാണ്. അഭിമന്യ പുളിക്കൽ പിതാവെ, കാതിരപ്പള്ളി രൂപതയുടെ ഇടയനായ പിതാവിനെ ഏറ്റവും സ്നേഹത്തോടുകൂടെ ഞങ്ങൾ ചെറിയ സംരംഭത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിതാവെ, പിതാവിന്റെ ബാല്യവും അതുപോലെ ദൈവവിളിയും പൗരോഹിത്യ ജീവിതത്തെക്കുറിച്ചും മാതാപിതാക്കളെക്കുറിച്ചും ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാമോ? വലിയ പ്രത്യേകതകളൊന്നുമില്ല. ഞാൻ ആകപ്പാടുള്ള പ്രത്യേകത പക്ഷെങ്കിൽ ഇപ്പോഴതൊക്കെ കോമണാണ്. കുടുംബത്തിലെ ഏകപുത്രനായിരുന്നു. പല കുടുംബങ്ങളിലും അങ്ങനെ കൊച്ചുമക്കളുടെ കുടുംബങ്ങൾ ധാരാളമുണ്ട്. അവിടെ നിന്നും അങ്ങനെയുള്ള ആളുകളും ദൈവങ്ങളെ സ്വീകരിക്കാറുണ്ട്. പക്ഷെ ഞാനൊക്കെ ജീവിച്ചിരുന്ന ചെറുപ്പമായിരുന്ന ആ നാളുകളിൽ 64 ആ കാലഘട്ടത്തിലൊക്കെ അങ്ങനെ ഒറ്റ കുട്ടികളുടെ കുടുംബങ്ങളിൽ നിന്നും അധികം പൗരത്വത്തിലേക്കോ സന്യാസത്തിലേക്കോ പോകുന്നവരുടെ എണ്ണം ഇല്ലായിരുന്നു. കാരണം കൂടുതൽ കുട്ടികളുള്ള കുടുംബങ്ങൾ ഉള്ളതുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ അതൊരു ചലഞ്ചായിട്ടെന്ന് അനുഭവപ്പെട്ടു. എന്റെ മാതാപിതാക്കള് ആദ്യമൊന്നും അത്ര പ്രോത്സാഹിപ്പിച്ചിരുന്നില്ലെന്ന നിരുത്സാഹപ്പെടുത്തുകൂടി ചെയ്തിരുന്നു. സ്വാഭാവികം. ഭൗതികപിതാവാണ് ഇവിടെ ഉണ്ടായിരുന്നത്. പിതാവാണെങ്കിലും പലവട്ടം ഈ കാര്യത്തിൽ എന്നോട് സംസാരിക്കുകയും മാതാപിതാക്കളുടെ അഭിപ്രായം ആരായുകയും ചെയ്തു. എങ്കിലും ദൈവം എന്നെ വിളിക്കുന്നു എന്നുള്ള ഉറപ്പ് എനിക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് ആ നിലപാടിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു ധൈര്യം പരിശുദ്ധാത്മാവ് എനിക്ക് തന്നു. പലതരത്തിലും പല ആളുകളും എന്നെ ഡിസ്കറേജ് ചെയ്തെങ്കിൽ പോലും ദൈവം വിളിച്ചതാണെങ്കിൽ ദൈവം നയിക്കും. മാതാപിതാക്കളെയും കുടുംബത്തെയും ഒക്കെ കർത്താവ് പരിപാലിക്കും. അവിടുന്ന് തെരഞ്ഞെടുത്തവർക്ക് കുറവുണ്ടാകാൻ അവിടുന്ന് അനുവദിക്കില്ല. ആ ഒരു നല്ല ഉത്തമ ബോധ്യം. കർത്താവിനെ വിളിച്ചെങ്കിൽ ബാക്കി കാര്യം കർത്താവ് നോക്കും. അങ്ങനെ സ്നേഹത്തോടുകൂടി എന്റെ മാതാപിതാക്കളെ പറഞ്ഞ് ധൈര്യപ്പെടുത്താൻ, അങ്ങനെ ഒരു ബോധ്യം അവർക്ക് കൊടുക്കാൻ സാധിച്ചു. ഒരു നല്ല വിശ്വാസ ജീവിതം നയിക്കുന്നവരായിരുന്നുകൊണ്ട് അവർക്കത് സ്വീകരിക്കാനായിട്ട് സാധിച്ചു. ആദ്യം അവർക്ക് വിഷമങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് നല്ല മനസ്സോടെ സന്തോഷത്തോടു കൂടി എന്നെ സെമിനാരിയിലേക്ക് വിടുകയും തുടർന്ന് ഒരിക്കൽ പോലും തിരിച്ചു വരണമെന്ന് അവർ ആഗ്രഹിക്കാതിരിക്കുകയും ചെയ്തിരുന്നുള്ളതാണ് അവരുടെ മഹത്വം. എന്റെ ഫാദർ വളരെ കാർക്കശ്യമുള്ള ഒരു മനുഷ്യനായിരുന്നു. തീരുമാനം അമ്മ കുറെ കൂടി ലവിങ്, കെയറിങ് എന്നൊക്കെ. പക്ഷെ അപ്പൻ പറഞ്ഞത് കൊണ്ട് തീരുമാനമെടുത്തു, സെമിനാരി ചേർന്നു. ഇനി തിരിച്ച് ചിന്തിക്കാൻ ഒരിക്കലും ഇടയാവരുത് എന്ന് പറഞ്ഞ് ധൈര്യപ്പെടുത്തിയാണ്. അപ്പൊ അങ്ങനെ ഒരു നല്ല അന്തരീക്ഷവും മാതാപിതാക്കളുടെ ജീവിതത്തിന്റെ നല്ല മാതൃകയും ഒക്കെ എന്നെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ് സെമിനാരി കാലം, ദൈവവിളി തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ എനിക്ക് പറയുന്നത്. ഇന്നത്തെ കാലഘട്ടത്തില് ഒരു വ്യക്തി, ഇപ്പം പൗരോഹിത്യം ആയിക്കോട്ടെ, കുടുംബജീവിതം ആയിക്കോട്ടെ, ഒരു ദൈവവിളിയാണല്ലോ. ഇത് നമ്മൾ എങ്ങനെ തിരിച്ചറിയാനായിട്ട് പറ്റും? ആ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നും അതുപോലെ മാതാപിതാക്കളിൽ നിന്നും നമ്മൾ തിരിച്ചറിയാൻ മാർഗങ്ങൾ എന്തൊക്കെയാണ്? അല്ലെങ്കിൽ ഒരു വ്യക്തി സ്വീകരിക്കേണ്ട നിലപാടുകൾ എന്തൊക്കെയാണ്? ഒരു കുടുംബ പരിസരം, അതാണ് ദൈവവിളിക്ക് വിത്ത് പാകുന്നത്. നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ട വിത്ത് ശരിയായ ഫലങ്ങൾ പുറപ്പെടുവിക്കും. അല്ലാത്ത വിത്തുകളൊക്കെ പലപ്പോഴും ഫലം കിട്ടാത്ത രീതിയിൽ അവതരിക്കപ്പെടുന്നു എന്ന വിശുദ്ധയുടെ ഉപമയിൽ തന്നെ അത് വളരെ വ്യക്തമാണ്. അപ്പൊ ഈ കുടുംബത്തിലെ ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ, ഹിതമറിയാൻ സാധിക്കുന്ന വിശ്വാസത്തിന്റെ പരിസരം സൃഷ്ടിക്കപ്പെടണം. അത് ഇന്നത്തെ കുടുംബങ്ങൾക്ക് ഒത്തിരി അത്യാവശ്യമുണ്ട്. ഇവിടെ പറഞ്ഞതുപോലെ ദൈവവിളി എന്ന് പറയുമ്പോൾ പൗരത്വത്തിലേക്കും സന്യാസത്തിലേക്കും മാത്രമല്ല, കുടുംബജീവിതത്തിലേക്കുള്ള ദൈവവിളിയാണ്. മാമോദീസ സ്വീകരിച്ചവർ എല്ലാവരും കർത്താവിനെ സാക്ഷ്യം വഹിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. ആ വിളിയുടെ സ്വരം ഏതു വഴിക്ക് എങ്ങനെ എന്നൊക്കെ തിരിച്ചറിഞ്ഞ് മുൻപോട്ട് പോകാൻ വിശ്വാസത്തിന്റെ ഒരു വെളിച്ചം പടരുന്നതാണ്. വിശ്വസിക്കുന്ന, പങ്കുവയ്ക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു ആത്മീയ പരിസരം കുടുംബങ്ങളിൽ രൂപപ്പെട്ടു വരിക അത്യാവശ്യമാണ്. അത് ഇന്നത്തെ കുടുംബങ്ങളിൽ കുറഞ്ഞു പോകുന്നുണ്ടോ എന്നൊരു ആശങ്ക എനിക്കുണ്ട്. മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണത്.
അത് ആ കുടുംബത്തിന്റെ കെട്ടുറപ്പിലും ഭാവിക്കും സഭയുടെ വളർച്ചയ്ക്കും സമൂഹത്തിന്റെ നിർമ്മിതിക്കും ഇത് ആവശ്യമാണ്. ഓരോരുത്തർക്കും ദൈവം ഒരു നിയോഗം നൽകിയിട്ടുണ്ട്. ഒരു മനുഷ്യനും ഒരു കാഷ്വലായിട്ടല്ലേ ഭൂമിയിലേക്ക് കടന്നു വരുന്നത്. ഗോഡ് ക്യാൻ നെവർ കമ്മിറ്റ് എ മിസ്റ്റേക്ക്. അതുകൊണ്ട് ഒരിക്കലും ദൈവം ഒരു അബദ്ധം പറ്റി ആരെയും സൃഷ്ടിച്ചിട്ടില്ല. ഹി ഹാസ് ഗോട്ട് എ വെരി സ്പെസിഫിക് പ്ലാൻ ഫോർ ഈച്ച് ഹ്യൂമൻ ബീയിങ്. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിൽ ഓരോരുത്തർക്കും എന്തെങ്കിലും ഈ ദൗത്യങ്ങൾ നിർവഹിക്കാനുണ്ട് കടന്നു പോകുന്നത്. ആ ദൗത്യങ്ങൾ നിർവഹിക്കേണ്ടത് എപ്പോൾ, എങ്ങനെ, എവിടെ, എന്ത് എന്നൊക്കെയുള്ള ഒരു തിരിച്ചറിവ്, അതാണ് ശരിക്കുള്ള ഒരു എന്താ പറയുന്നത് ഒരു ഡിസേൺമെന്റ്. ആ ഡിസേൺമെന്റ് സമയബന്ധിതമായിട്ട് തിരിച്ചറിഞ്ഞ് അതിനോട് ക്രിയാത്മകമായിട്ട് പ്രതികരിക്കാനായിട്ട് സാധിക്കുന്ന ഒരു സാഹചര്യം കുടുംബത്തിൽ തന്നെ രൂപപ്പെട്ടു വരണം. അതിൽ മാതാപിതാക്കൾക്ക് വലിയൊരു റോളുണ്ട് എന്ന കാര്യം ഞാൻ പറയാനാണ്. അപ്പൊ ഇന്ന് പിതാവ് പറഞ്ഞല്ലോ ഒരു ആത്മീയ പരിസരം സൃഷ്ടിക്കപ്പെടണമെന്ന്. അപ്പൊ ഈ ആത്മീയ പരിസരം സൃഷ്ടിക്കപ്പെടാനായിട്ട് പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളിൽ ശ്രദ്ധിക്കേണ്ട, പ്രത്യേകിച്ച് ദൈവവചനം അല്ലെങ്കിൽ വിശുദ്ധ കൂദാശയുള്ള സ്വീകരണം, ഓരോ വ്യക്തിയും അതുപോലെ മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാം. ഞാൻ പറയുന്നത്, ഒന്ന്, വിശുദ്ധ കുർബാനയിൽ കൂദാശകളിൽ ദൈവവചനത്തിൽ കേന്ദ്രീകരിച്ചുള്ള ഒരു ആധ്യാത്മികത, അതാണ് സഭയുടെ ദർശനം. എപ്പോഴും സഭ ഒറ്റപ്പെട്ട ഒരു ആത്മീയ കാഴ്ചപ്പാടല്ല എപ്പോഴും നൽകുന്നത്, ഒരിക്കലും നൽകുന്നത്. ഞാനും എന്റെ ദൈവവും എന്നുള്ള കാഴ്ചപ്പാടല്ല. എക്ലേസിയാണ്, വിളിച്ചു കൂട്ടപ്പെട്ട സമൂഹമാണ്, കമ്മ്യൂണിറ്റിയാണ്. ആ ഒരു കമ്മ്യൂണിറ്റി പരസ്പരം ബന്ധിതമാണ്. അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് ആരാധനാ സമൂഹമായിട്ട് ജീവിക്കേണ്ടതാണ്. പരിശുദ്ധ കുർബാനയില്, ഉദാശകളില്, വചനത്തിൽ കേന്ദ്രീകരിച്ചെഴുതിയത്, അതിന്റെ തുടർച്ചയാണ് കുടുംബങ്ങളെ സംഭവിക്കുന്നത്. കുടുംബ പ്രാർത്ഥന എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ കുടുംബങ്ങളെ എന്ന് കാലത്തും പിടിച്ചു നിർത്തിയിരുന്നതും ഇപ്പോഴും പിടിച്ചു നിർത്തിക്കൊണ്ടിരിക്കുന്നതും ഈ കുടുംബ പ്രാർത്ഥന എന്നൊരു കാര്യം കൂടിയാണ്. ഞാൻ ആദ്യം പറഞ്ഞ അടിസ്ഥാനങ്ങളുടെ തുടർച്ച കുടുംബത്തിലാണ് വേണ്ട വിധം ഉണ്ടാവേണ്ടത്. കുടുംബങ്ങളിൽ പ്രാർത്ഥന അന്യമാകുന്നു. അവിടെ ഒരുമിച്ച് പങ്കുവയ്ക്കുന്ന അനുഭവങ്ങൾ കുറഞ്ഞു പോകുന്നു. എല്ലാവരും സ്വന്തം കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിച്ചു പോകുന്നു. ഒറ്റപ്പെട്ട് വെല്ലുവിനോ ആരെങ്കിലും ഒക്കെ മാത്രം പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നു. അതൊക്കെ വലിയ അന്തചിത്രങ്ങൾ ഉണ്ടാകുന്നു. യൂറോപ്യൻ സഭയ്ക്കൊക്കെ ഇന്ന് ഇങ്ങനെ മൊത്തത്തിൽ പറയുക, അല്ലെങ്കിൽ പലയിടങ്ങളിലും വിശ്വാസത്തിൽ ഇടിവ് സംഭവിച്ചെങ്കിൽ അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം കുടുംബങ്ങളിൽ നിർമ്മിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നില്ലെന്നുള്ളത് തന്നെയാണ്. ഞാൻ പലപ്പോഴും അങ്ങനെ അവിടെയൊക്കെ സന്ദർശിച്ച സമയങ്ങളിലൊക്കെ പല കുടുംബങ്ങളിലും പോയപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഇപ്പോഴും എന്നും വൈകുന്നേരം എങ്കിലും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറയുന്നത് വലിയ ഒരു കാര്യമായിട്ടാണ് അതിൽ കണ്ടത്. അപ്പൊ ഇന്ന് കുടുംബങ്ങളിൽ ഈ കുടുംബ പ്രാർത്ഥനയ്ക്ക് കുറവ് വരുന്നുണ്ടെങ്കിൽ അതൊരു ഗൗരവതരമായ തകർച്ചയുടെ തുടക്കമാണ്. ഒരു കാരണവശാലും അത് ഉണ്ടാവരുത് എന്നുള്ളതാണ്. ഫാമിലി ദാറ്റ് പ്രേസ് ടുഗദർ സ്റ്റേസ് ടു. കുടുംബ പരിസരം പ്രമാണമായിട്ട് ഇനിയും സ്വീകരിക്കേണ്ടതാണ്. പിതാ പറഞ്ഞില്ല, കുടുംബ പ്രാർത്ഥനയാണ് വിശ്വാസ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. ഇന്ന് പിതാവിന്റെ പൗരോഹിത്യത്തിൽ ഈ കുടുംബങ്ങളെ ബലപ്പെടുത്താനായിട്ട് പിതാവ് ചെയ്ത കാര്യങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ 21ാം നൂറ്റാണ്ട് അവസാനം നമ്മൾ കടക്കുമ്പോൾ പൗരോഹിത്യം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ കുടുംബ വിശ്വാസ വളർച്ചയ്ക്ക് വേണ്ടി? സഭയുടെ അടിസ്ഥാന ഘടകം തന്നെ കുടുംബമാണെന്നാണ് വത്തിക്കാനോട് കൃത്യമായും പറഞ്ഞു വെക്കുന്നത്. അത് വിശേഷങ്ങളുടെ വളരെ തന്നെയാണ്. ഇത്തരത്തില് ദൈവവചനം തന്നെ ബൈബിൾ ആദ്യത്തെ ഒരു കുടുംബത്തിന്റെ ചരിത്രമാണ്. ഉൽപ്പത്തിയിൽ ആരംഭിച്ച് വെളിപാടിലൊക്കെ അവസാനിക്കുന്ന ഒരു വിശ്വാസത്തിന്റെ ചരിത്രം കുടുംബത്തിന്റെ ചരിത്രമാണ്. രക്ഷാകര ചരിത്രം കുടുംബത്തിന്റെ ചരിത്രമാണ്. അപ്പൊ കുടുംബങ്ങളിലൂടെയാണ് വിശ്വാസം എന്ന് വളർന്നു വന്നിട്ടുള്ളത്. സഭ തന്നെ ഒരു വലിയ കുടുംബമാണ്. അപ്പൊ ഈ അടിസ്ഥാന ഘടകമായ കുടുംബങ്ങളെ ശക്തീകരിക്കാനായിട്ട് ഒന്ന്, നമ്മള് കുടുംബ പ്രാർത്ഥനകൾ കുഞ്ഞുങ്ങളുടെ പങ്കുവയ്ക്കരുതെന്നായിട്ട് നമ്മൾ ചെയ്യണം. കുടുംബ കൂട്ടായ്മകൾ നമ്മുടെ രൂപതകളിൽ ഉള്ളതാണ്. കുടുംബ കൂട്ടായ്മകൾ കുടുംബങ്ങൾ ഒന്നിച്ചു ചേർന്ന കൂട്ടായ്മ ഒരു ഇടവകയില്, ആ ഇടവകയുടെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് വിവിധ കുടുംബ കൂട്ടായ്മകൾ ഇപ്പോൾ ഉണ്ട്. ആ കുടുംബ കൂട്ടായ്മകൾ സഭയുടെ പ്രാർത്ഥനകൾ ഒരുമിച്ച് പങ്കുവയ്ക്കുന്ന, ഒരുമിച്ച് വരുന്ന പ്രാർത്ഥനകൾ ഒരുമിച്ച് കുടുംബങ്ങൾ ചേർന്ന് അതോടൊപ്പം തന്നെ പങ്കുവയ്ക്കുന്ന ഇടങ്ങൾ. കുടുംബ കൂട്ടായ്മകളെ വളർത്തിയെടുക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ ഫാമിലി അപ്പോസ്റ്റേറ്റ് ഇവിടെയൊക്കെ രൂപതകളുള്ളതാണ്. ഫാമിലി അപ്പോസ്റ്റേറ്റിന്റെ വലിയ ദൗത്യങ്ങളുണ്ട്. ഇവിടെയാണ് അത് വളരെ കൃത്യമായിട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. അതിന്റെ വിധങ്ങളായ മതർവേദി, പിതൃവേദി, അങ്ങനെയുള്ള ഘടകങ്ങൾ, വിവിധ സംഘടനകൾ, ഇതെല്ലാം ഈ കുടുംബങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു വിശ്വാസ ജീവിതത്തിന്റെ പ്രായോഗിക തലത്തിലേക്ക് എത്തുന്നതിനാവശ്യമായ ക്രമപരിപാടികൾ ആവിഷ്കരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. വളരെ പ്രധാനപ്പെട്ടതാണ്. അമ്മമാരുടെ കുടുംബങ്ങളിലാണ് ആദ്യം തുടങ്ങേണ്ടത്. മാതൃവേദിയുടെ ഫോക്കസ് തന്നെയായിരുന്നു. ഞാൻ
മാതൃവേദിയുടെ കമ്മീഷന്റെ ചുമതല ഞാനായിരുന്നു കുറെ നാളുകൾ ഇതിനു മുമ്പ്. അപ്പൊ അവിടെ എല്ലാം ഫോക്കസ് ചെയ്ത ഒരു കാര്യം, അമ്മമാർ ആദ്യം ശ്രദ്ധിക്കുന്നത് കുടുംബങ്ങളാണ്, പിന്നെ ഇടവകയാകുന്ന കുടുംബം, സഭയാകുന്ന കുടുംബം, പിന്നെ പൊതുസമൂഹമാകുന്ന കുടുംബം. അപ്പൊ അങ്ങനെ ഒരു വീട്ടിൽ ആരംഭിക്കണമില്ല. അത് മാതൃവേദിയുടെ കാര്യത്തിലാണെങ്കിലും ദുർവേദിയുടെ കാര്യത്തിലാണെങ്കിലും ആ കാര്യത്തിൽ ഒത്തിരി ശ്രദ്ധ കൊടുത്തു വരുന്നു. അതുകൊണ്ടാണ് കൊടുക്കണമെന്ന് വേറെ. പിന്നെ യൂത്ത് അപ്പോസിലേറ്റ് വളരെ പ്രധാനമാണ്. ചെറുപ്പക്കാര് പലപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള ആ ഒരു പരിഭവം അവരുടെ ഉണ്ട്. എല്ലാ കാര്യങ്ങളിലും എപ്പോഴും അങ്ങനെയല്ല. പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ചെറുപ്പക്കാരെ വിശ്വാസമുണ്ട്. ഇപ്പോൾ നമ്മൾ യൂത്തിനെ എപ്പോഴും നന്നായിട്ട് പരിഗണിക്കണം. അവരാണ് ഇന്നത്തെ സഭയുടെ കരുത്ത്, നാളത്തെ സഭയുടെ ഭാവി. ഇന്നത്തെ സഭയുടെ ശക്തിയും നാളത്തെ സഭയുടെ ഭാവി അവരാണ്. അപ്പൊ അതുകൊണ്ട് ഈ യങ്സ്റ്റേഴ്സിനെ ഈ വിശ്വാസത്തിന്റെ വഴിയിൽ നന്നായിട്ട് ചേർത്ത് നിർത്താനായിട്ട് വികാരിച്ചന്മാര് വലിയ റോളുണ്ട്. പലപ്പോഴും ഈ അച്ഛന്മാർക്ക് യൂത്ത് അപ്പോസിലേറ്റ് അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ അവരെ അധികം ശല്യം ഉണ്ടാക്കേണ്ട ആൾക്കൂട്ടെ അവർ വന്നു കഴിഞ്ഞ തലവേദനയാണ്, ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്, ഇങ്ങനെയുള്ള സംശയങ്ങളും ചിലതൊക്കെ പ്രകടിപ്പിക്കാറില്ല. പക്ഷെ നമ്മൾ ഗൗരവമായി എടുക്കണം. നമുക്ക് മറച്ചു വെക്കാനും വിളിച്ചു വെക്കാനും ഒന്നുമില്ല. എല്ലാം തികഞ്ഞതൊന്നും അല്ലെന്ന് നമുക്കറിയാം. അതുകൊണ്ടുള്ള കാര്യങ്ങൾ തുറന്നു പങ്കുവയ്ക്കാനും അവരോട് സംവദിക്കാനും അവരെ വിശ്വാസത്തിൽ ചേർത്ത് പിടിക്കാനും അവരോട് സംശയങ്ങൾ പരിഹരിക്കാൻ ആവശ്യത്തിലുള്ള ചർച്ചകൾക്ക് എത്തിക്കാനും ഒക്കെ നമ്മൾ തയ്യാറാണ്. അങ്ങനെ ചെറുപ്പക്കാരെ നമ്മൾ ഇടവകയോടും കൂട്ടായ്മയോടും ചേർത്ത് നിർത്താൻ ശ്രമിക്കുന്നു. ഇങ്ങനെ ഒരു നല്ലൊരു റിവൈവല്, കുടുംബ കേന്ദ്രീകൃതമായ ഒരു റിവൈവല്, ഇടവക കേന്ദ്രീകൃതമായ പരിപാലന ശൈലി, ഇതെല്ലാം ഇത് ആവശ്യമാണ്. പലപ്പോഴും ഇങ്ങനെ വിവിധങ്ങളായ കേന്ദ്രങ്ങൾ, ജ്ഞാനകേന്ദ്രങ്ങൾ ഒത്തിരി നന്മ ചെയ്യുന്നുണ്ട്. പക്ഷെ ജ്ഞാനകേന്ദ്രങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ആധ്യാത്മികതയും ഒരു പരിപാലന ശൈലിയും അല്ല നമുക്ക് വേണ്ടത്. ഇടവകളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സംഘടനാധിഷ്ഠിതമായ സർവോപരി വിശുദ്ധമായ ഉദാസങ്ങളിലും അതുപോലെ വചനങ്ങൾക്ക് അധിഷ്ഠിതമായ ഒരു ആധ്യാത്മിക ജീവിത പരിശീലനമാണ് സഭ ആഗ്രഹിക്കുന്നത്. അങ്ങനെ നമുക്ക് ഒരു സജീവമായിട്ട് കൂടുതൽ പറ്റും എന്നുള്ളതാണ്. പുരോഹിതൻ എന്ന നിലയിലുള്ള ശുശ്രൂഷകളിൽ ഏറ്റവും ആനന്ദം നൽകിയതും ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെ അതിജീവിക്കാനായിട്ട് പിതാവെടുത്ത മാർഗങ്ങളും, പ്രത്യേകിച്ച് പിതാവിന് ഓരോ ഇടവകയിലും പ്രചോദനാത്മകമായി നിന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പങ്കുവയ്ക്കാം. പ്രശ്നങ്ങളിൽ നമ്മൾ ദൈവത്തെ ആശ്രയിക്കാമെന്നതാണ് ഞാൻ എപ്പോഴും കാണുന്നത്. കർത്താവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് സുവിശേഷ സത്യമാണ് നമ്മളെല്ലാം വിശ്വസിക്കുന്നു. അത് ജീവിത തലത്തിൽ പ്രായോഗിക തലത്തിൽ വിശ്വസിക്കുകയാണ്. ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ കർത്താവിനെ സമർപ്പിച്ചുകൊണ്ട് തീക്ഷ്ണമായി ബന്ധപ്പെട്ട ആളുകൾക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, ദൈവം ഇടപെടാൻ വേണ്ടി ആഗ്രഹിക്കുക. ദൈവത്തിന്റെ ഒരു സ്വരവും ഇത് സംബന്ധിച്ച് കർത്താവിന്റെ ചിലവ് എന്തായിരിക്കും എന്നുള്ളൊരു ആലോചന, ഒരു ഡിസൈൻമെന്റ് ആദ്യം നടത്താനാണ് ഞാൻ ആഗ്രഹിക്കാറുള്ളത്. എന്റെ ഒരു വ്യക്തിപരമായ താല്പര്യമോ ഇഷ്ടമോ ദൈവം എന്താണ് ഈ കാര്യത്തിൽ ആഗ്രഹിക്കുന്ന സൊല്യൂഷൻ എന്നൊക്കെ ചിന്തിക്കും. അത് കഴിഞ്ഞിട്ട് കൺസേൺ ആയിട്ടുള്ള ആളുകൾ വ്യക്തിയാണെങ്കിൽ കൺസേൺ ആയിട്ടുള്ള ആളുകളെ കേൾക്കാനായിട്ട്, സമചിത്തത്തോടെ കേൾക്കാനായിട്ട് പരമാവധി ശ്രദ്ധിക്കും. അപ്പൊ അങ്ങനെ കേൾക്കുമ്പോൾ തന്നെ ഒരു പ്രശ്നത്തിന് ഒരു പരിധി വരെ പരിഹാരമാവും. ചില കാര്യങ്ങൾക്ക് സ്വാഭാവികമായി ഇൻവോൾവ് വരും, ദൈവം ഇടപെടും. അങ്ങനെയൊക്കെ പല ഇഷ്യൂസും നമുക്ക് പരിഹരിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. സംഘർഷങ്ങളും നോക്കിയായിട്ട് കഴിഞ്ഞ ആളുകളൊക്കെ കുറച്ച് സമയമൊക്കെ അധികം സമയം പലപ്പോഴും ചെലവഴിക്കാൻ അങ്ങനെ കിട്ടാറില്ലെങ്കിൽ പോലും നേരിട്ടൊക്കെ സംസാരിക്കുന്നത് ഒത്തിരി ആശ്വാസം കാട്ടുന്നതും ജീവിതത്തിലെ ഉത്തരങ്ങൾ കണ്ടെത്തുന്നതും ഒക്കെ വലിയ സന്തോഷമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അവർക്ക് നിലയിൽ ഞാൻ ചിന്തിക്കുമ്പോൾ സത്യപ്രബോധനം നൽകാനായിട്ട് സത്യസന്ധമായിട്ട് സഭയുടെ പ്രബോധനങ്ങൾ, സുവിശേഷത്തിന്റെ സന്ദേശം, മായം ചേർത്ത കൃത്യമായ അർത്ഥം, അതിന്റെ ദൈവശാസ്ത്ര മാനങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ആളുകൾക്ക് നൽകാനുള്ളതാണ്, പഠിപ്പിക്കുക എന്നുള്ള ദൗത്യം. അത് നൽകുമ്പോൾ തന്നെ വലിയ ആനന്ദമുണ്ട്. പുസ്തകീയമായ ദൗത്യമാണ്, പരിഹരണം അത് തന്നെയാണ് ചെയ്യേണ്ടത്. പിന്നെ ആളുകളെ ഉദാശകളിലൂടെ വിശദീകരിക്കുക എന്നുള്ള ധർമ്മമാണ്, അനന്തരമാണ്. ഒരു ഇടയിൽ എന്ന നിലയിൽ ആളുകളെ വേണ്ട നീക്കുക. ഈ ഇടവക സന്ദർശനങ്ങൾ, പ്രാഥമിക വിസിറ്റൊക്കെ നടത്തുമ്പോൾ എല്ലാവരെയും കേൾക്കാനായിട്ട് സമയം ഉണ്ടാകുമ്പോൾ ഗ്രൂപ്പുകളെ, സംഘടനകളെ, പൊതുയോഗം, ഇടവക പൊതുയോഗം, അവിടെ എല്ലാം ചോദ്യം ചോദിക്കാനെങ്കിൽ അവസരം കൊടുക്കാറുണ്ട്. ഞാൻ ഇത് ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ നമുക്ക് എന്ത് ചോദ്യവും ചോദിച്ചാലും നമുക്ക് മറച്ചു വെക്കേണ്ട കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഉത്തരം കൊടുക്കാനായിട്ട് എല്ലാം പൂർണ്ണതയുണ്ട്, എല്ലാം കറക്റ്റ് ആണെന്നൊന്നും പറയുക, മറിച്ച് എന്ത് വന്നാലും കുറവുകൊണ്ട് അംഗീകരിക്കുക. അതാണ് ആളുകൾ ആഗ്രഹിക്കുന്നത്. സത്യസന്ധമായിട്ട് നമുക്ക് പരമാവധി മറുപടി കൊടുക്കാൻ സാധിക്കുമ്പോൾ വലിയൊരു സന്തോഷം. അവിടെ എല്ലാവരും ഒരുമിക്കുന്ന ഒരു സ്നേഹത്തിന്റെ തലം ഒത്തിരി സന്തോഷം വരും.
പിന്നെ ഈ കിടപ്പ് രോഗികളെയും അതുപോലെ പ്രത്യേകം അർഹിക്കുന്ന ആളുകളെ നേരിട്ട് വീട്ടിലെത്തിയിട്ട് കാണുമ്പോഴുണ്ടാകുന്ന വലിയൊരു ആനന്ദവും അതെല്ലാം ഇടയാനെടുത്ത സന്തോഷവും സമൃദ്ധിയുമായിട്ട് മാറാറുണ്ട്. പൗരോഹിത്യത്തിന്റെ പൂർണ്ണതയായ ഒരു പിതാവിന്റെ മെത്രാൻ പട്ടത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ആ വാർത്ത കേട്ടപ്പോൾ പിതാവിനുണ്ടായ വികാരവും അതുപോലെ പിതാവ് എടുത്തിരിക്കുന്ന മുദ്രാവാക്യം എന്ന് പറയുന്നത് ഭൂമിയുടെ ഉപ്പും ലോകത്തിന് വെളിച്ചവുമാണല്ലോ. ഈ മുദ്രാവാക്യത്തിലേക്ക് പിതാവിനെ നയിച്ചതും ഇതിന്റെ അടിസ്ഥാനത്തിൽ പിതാവ് ഈ രൂപതയിൽ ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളും ഞങ്ങളോട് പങ്കുവയ്ക്കാം. ഒരിക്കലും നമ്മളൊന്നും ചിന്തിച്ചും ഒരുങ്ങിയൊന്നും അല്ലല്ലോ ഒരാൾ ആരും തന്നെ മിത്ര സ്ഥാനത്തേക്ക് നിയുക്തരാകുന്നത്. നമ്മളാരും പ്രതീക്ഷിച്ചതോ ആഗ്രഹിച്ചതോ അതിനുവേണ്ടി പരിശ്രമിച്ചതോ ഒന്നുമല്ല എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് എനിക്ക് പറയാൻ സാധിക്കും. ദൈവത്തിന്റെ നിയോഗമായിട്ട് തിരഞ്ഞെടുക്കുന്നു. പക്ഷെ അതേസമയത്തിന് അതിന്റെ അത് അത്രയും വലിയൊരു ഉത്തരവാദിത്വം തിരഞ്ഞെടുക്കുമ്പോഴുള്ള ഒരു ഭാരവും ആശങ്കകളും ഒക്കെ മനസ്സിനെ അലട്ടിക്കുന്നുള്ളത് സത്യമാണ്. അവിടെയെല്ലാം ദൈവത്തിൽ ആശ്രയിച്ചു. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. എന്റെ കുറവുകളിലും പോരായ്മകളിലും എല്ലാം കർത്താവിന്റെ ഒക്കെ എടുത്തു എന്ന വിശ്വാസത്തെ കൂടുതൽ ധൈര്യം സമ്പാദിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചു. പക്ഷെ അതിന്റെ കൂടെ തന്നെ ആ ഒരു വലിയൊരു എന്താ പറയുന്ന ഒരു ഭാഗം ഒരു അസ്വസ്ഥത അതൊക്കെ മനസ്സിലേക്ക് വന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ ദൈവത്തിന്റെ നിയോഗമാണെങ്കിൽ ദൈവം ശക്തിപ്പെടുത്തുന്നു എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ഈ ഒരു വാക്യം അർത്ഥവാക്യമായിട്ട് സ്വീകരിച്ചത് ഞാനിങ്ങനെ സാധാരണ പെട്ടെന്നൊരു കാര്യം തിരഞ്ഞെടുക്കാനായിട്ട് ആവശ്യപ്പെടുന്നു. നമ്മുടെ മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്ന കാര്യമായിരുന്നു. ഇത് അറിയത്തുമില്ല നേരത്തെ നമുക്ക് മനസ്സിലായി. അപ്പൊ ഇതിങ്ങനെ ഒരു നിയോഗം കിട്ടിക്കഴിഞ്ഞപ്പോ വേറെ എന്താണ് ഈ ഒരു ആപ്തവാക്യമായിട്ട് എടുക്കേണ്ടത് എന്ന ഒരു ചോദ്യം വന്നപ്പോഴും ഞാൻ സുവിശേഷം പറഞ്ഞിങ്ങനെ ആളുകൾ വരച്ചു പോയി പെട്ടെന്ന് എന്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തൊരു വാക്യമാണ്. അതിൽ നിന്നൊന്നും അത്രയും സ്ട്രൈക്ക് ചെയ്യാത്തൊരു വാക്യം മത്തായി സുവിശേഷം 5-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങള് വലിയ പുസ്തകത്തിന്റെ ഭാഗമാണ്. ശിഷ്യത്വത്തെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള പഠനത്തിന്റെ വ്യക്തതയുള്ള 2 വാക്കുകളാണത്. അത് ഉറപ്പായിരിക്കുക, പ്രകാശമായിരിക്കുക എന്നുള്ളൊരു അത്യന്തപരമായ അനിവാര്യതയാണ് ശിഷ്യനായിരിക്കണമെങ്കിൽ എന്തായാലും മനസ്സിൽ പറഞ്ഞു വെക്കുന്നത്. പെട്ടെന്ന് എന്റെ മനസ്സിൽ അത് വളരെ സ്ട്രൈക്കിനായിട്ട് തോന്നി. ഉറപ്പായി തരിക, ശിഷ്യനായി മാറുക, പ്രകാശമായി തീരുക, ഇത് രണ്ടും ഞാനായി തീരേണ്ടതും ഞാൻ പങ്കുവെക്കേണ്ടതുമായ മിശിഹായുടെ ശിഷ്യത്വത്തിന്റെ അടിസ്ഥാനപരമായ ദർശനം തരുന്ന വാക്യങ്ങളാണ് എന്നുള്ള ഒരു ചിന്ത എന്നെ ശക്തമായിട്ട് ഏൽപ്പിച്ചു. ഞാൻ എഴുതാൻ കാരണം ഉപ്പാകുക എന്ന് പറയുന്ന സത്യത്തില് നമ്മളൊക്കെ പുരുഷരെ ഒരു സമർപ്പണത്തിന്റെ സ്വഭാവത്തില് എലിഞ്ഞു ചേരുക, ത്യാഗപൂർവ്വം വിട്ടുകൊടുക്കുക, നമ്മളെ തന്നെ സമർപ്പിക്കുക എന്നൊക്കെയുള്ള ആ ഒരു കാഴ്ചപ്പാടാണ്. ഉപ്പിന്റെ ഗുണം നന്മ ചെയ്തുകൊണ്ട് എല്ലാവരെയും നല്ല ശരിയായ രീതിയിൽ കേടുകൂടാതെ സംരക്ഷിച്ചുകൊണ്ട് സൗഖ്യവേദനമായി മാറുന്ന അങ്ങനെ ഒരു ഉപ്പിന്റെ സ്വഭാവ ശക്തികളൊക്കെ ഒരു പുരോഹിതന്റെ ജീവിതത്തിൽ ഉണ്ടാവണം എന്നൊരു കാഴ്ചപ്പാട് വളരെ പ്രധാനമായിട്ട് എനിക്ക് തോന്നി. പ്രകാശമായിരിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് വഴി കാണിക്കേണ്ട ദൗത്യമാണ്. എല്ലാവരെയും ഒരുപോലെ ചേർത്ത് പിടിക്കുന്ന ഒരു ജീവിതശൈലിയാണ്. ഞാൻ ലോകത്തിന് പ്രകാശമാകുന്ന എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരം നടത്തിയില്ല ഈശോയുടെ വാക്കുകളിലൂടെ അതുകൊണ്ട് വെളിച്ചം എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നു. അതിന് പരിധികളില്ല, പരിമിതികളില്ല, വളരെ വിശാലമാണ്. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ ഏതാണ്ട് ഒരു ശിഷ്യത്വത്തിന്റെ ഒരു പൂർണ്ണതയുണ്ട്. അതൊന്നും അങ്ങനെ ജീവിക്കാനായിട്ടൊക്കെ സാധിക്കുന്നതൊന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഞാൻ അവകാശപ്പെടുന്നുമില്ല, പരിശ്രമിക്കില്ല. ആ ഒരു ചിന്ത ആണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മളെ പഠിപ്പിക്കുന്നുള്ളൂ പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടുകൂടിയാണ് സഭയെന്ന്. അപ്പൊ ഇതിനോട് ബന്ധപ്പെട്ട് പിതാവ് ഇങ്ങനെ മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന രീതിയിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പ്രത്യേകിച്ച് മെന്റൽ റിട്ടയർഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അപ്പൊ ഇന്ന് സഭ ഊന്നൽ കൊടുക്കേണ്ട ഈ മേഖലകളെ കുറിച്ചൊക്കെയുള്ള പിതാവിന്റെ കാഴ്ചപ്പാടുകളും ധാരണകളും പ്രവർത്തന ശൈലിയും ഒന്ന് വ്യാഖ്യാനിക്കാം. ഈശോ സുവിശേഷത്തിന്റെ ഭാഗമാണ്. ലൂക്കാസ് സുവിശേഷം 4-ാം അധ്യായം 18-ാമത്തെ വാക്യം പ്രത്യേകിച്ച് അത് ആ നസ്രത്തിലെ കർത്താവിന്റെ ഔദ്യോഗിക നയപ്രഖ്യാപനം കൂടിയാണ്. അല്ലെങ്കിൽ മാനിഫെസ്റ്റോ എന്നൊക്കെ പറയുന്ന കർത്താവിന്റെ ദൗത്യം എന്തായിരിക്കണമെന്ന് ഔദ്യോഗികമായിട്ട് കർത്താവ് പ്രഖ്യാപിക്കുന്ന ഒരു സംഭവമായിട്ടാണ് ലൂക്കാസ് സുവിശേഷം ഭാഗത്തെ അവതരിപ്പിക്കുന്നത്. അതിങ്ങനെയാണ് കർത്താവിന്റെ ആത്മാവ് എന്ന് പറയുമ്പോൾ ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്ന ആൾക്ക് തന്നെയാണ് അന്തർവ് കാഴ്ചയും ബന്ധുക്കൾക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ടവരുടെ സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ അവസരവും പ്രഖ്യാപിക്കുന്നത്. ഇതാണ് ഈശോയുടെ ദൗത്യം. ആ ദൗത്യത്തിന്റെ കേന്ദ്രമായിട്ട് നിൽക്കുന്നത്
ഏതെങ്കിലും ഒരു തരത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരും ലംഘിക്കപ്പെട്ടവരും അവരുടെ വിമോചനവും വിശദീകരണവും അതിലൂടെ അവന് ബാധകരമായ സഭയുടെ കാലഘട്ടവും സഭയുടെ പ്രവർത്തനങ്ങൾ കാണാം. അപ്പൊ അവരുടെ എക്കാലത്തെയും ഫോക്കസാണ് സഭയുടെ പ്രവർത്തനങ്ങളെല്ലാം കേന്ദ്രമാണ്. അതുതന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ ആവർത്തിച്ച് ഒന്ന് അടിവരയിട്ട് പറയുക മാത്രമാണ് ചെയ്യുന്നത്. അവഗണിക്കപ്പെട്ടവരിലേക്ക് ചേർത്ത് പിടിക്കുക, പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലേക്ക് പോവുക എന്നൊക്കെ പറയുന്നു. അതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തിന്റെ വലിയ പ്രബോധനങ്ങളിലൊക്കെ ചെലച്ചേരി ഗൗതിയും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഈ അവഗണിക്കപ്പെട്ടവരിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവിടെ അതിന്റെ അടുത്ത് ശരീരത്തിൽ പൊരുളേണ്ടി വരുന്ന ഒരു സഭയെ സുഖകരമായി മറ്റെടുത്തിരിക്കുന്ന ഒരു സഭയെ കാണാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ട്. യുദ്ധഭൂമിയിലെ ആതുരാലയമാണ് സഭ എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു വരുന്നുണ്ട്. അപ്പൊ സഭയുടെ ഹൃദയമാണ്. അപ്പൊ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് ഞാൻ എന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്റെ സെന്റാരി കാലമേ ജയിൽ മിനിസ്ട്രിയിലൊക്കെ ഞാൻ ആദ്യകാല പ്രവർത്തനത്തിലാണ്. അപ്പൊ അങ്ങനെ ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലേക്കുള്ള ഒരു പ്രത്യേക ഫോക്കസ് ആവശ്യമാണ്. ഈ രൂപതയുടെ ആരംഭം കുറിച്ച കാലത്തിന്റെ പ്രവർത്തനം തന്നെയാണ് ജീവിതത്തിന്റെ വിടുതയായ ഉള്ളിചേരനായ ഇവിടെ വന്നിട്ട് ആദ്യം ചെയ്ത പ്രവർത്തികളിൽ മുന്നേറുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഭവനമാണ് നിർമ്മിക്കുന്നത്. അതിന്റെ ഒരു തുടർച്ചയായിട്ടാണ് ഏഞ്ചൽസ് വില്ലേജ് എന്നൊക്കെ നിലയിൽ ഈ ലിറ്ററലി ഉണ്ടായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഇന്ന് മറ്റൊരിടത്തും കാണാതെ അത്രയേറെ അത്യാധുനികമായ പരിശീലന പദ്ധതികളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വലിയ ഒരു സംവിധാനം രൂപപ്പെട്ടു വന്നത് വർഷങ്ങൾക്കുണ്ട്. അനേകം പേരെ നമുക്ക് ആഭ്യന്തരീയ ഓട്ടിസമൊക്കെ ബാധിച്ച കുട്ടികളെ ഇന്ന് വർദ്ധിച്ചു വരികയാണ്. അതിന്റെ പേര് ഒരുപാട് വേദനിക്കുന്ന കുടുംബങ്ങളുണ്ട്, മാതാപിതാക്കളുണ്ട്. അപ്പൊ അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പരിശീലനത്തിൽ പങ്കെടുപ്പിക്കാൻ പറ്റുക എന്ന് പറയുന്ന ഒരു മെത്തഡോളജി ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ജനനം മുതൽ മരണം വരെ എങ്ങനെ നമുക്ക് അവരെ അക്കമ്പനി ചെയ്യാം എന്ന തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അച്ഛന്മാരുടെ സഹകരണത്തോടെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സമാനമായ ഒത്തിരിയേറെ സ്ഥാപനങ്ങൾ ഈ രൂപതയിലുണ്ട്. സന്നിസ്ഥലം കൂടി ചേർന്നാണ് 10-64 സ്ഥാപനങ്ങൾ ഉണ്ട്. മറ്റൊരു സ്ഥാപനങ്ങൾ ഇത് തന്നെ നടത്തുന്നതും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള മെന്റലി സിക്കായിട്ടുള്ള ആളുകൾ, വിമൻ, ചിൽഡ്രൻ, ഈ മേഖലയിലെല്ലാം ഒരു വലിയ ഫോക്കസ് സ്ഥാപിക്കുന്നതും എല്ലായിടത്തും എല്ലാ രൂപതകളിലും ഉണ്ട്. ഈ രൂപതയിൽ ഒരു വലിയ ഫോക്കസ് കൊടുക്കുന്നുണ്ട്. അത് എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന സുവിശേഷത്തിന്റെ ജീവിത സാക്ഷി നൽകുന്ന ഒരു പ്ലാറ്റ്ഫോം ആണെന്ന് ഞാൻ കാണുന്നത്. നമ്മളെല്ലാവരും സുവിശേഷം പ്രഘോഷിക്കാൻ വിളിക്കപ്പെട്ടവരാണെന്ന് പറയുമ്പോൾ സുവിശേഷം നേരിട്ട് പ്രഘോഷിക്കുക വാക്കുകൊണ്ട് എന്നതിനേക്കാളും ഉപരി ജീവിതം കൊണ്ട് നോക്കിക്കാണാൻ പാകത്തിൽ സ്നേഹത്തിന്റെ, കരുണയുടെ പ്രവർത്തികൾ വേണ്ട വിധം പങ്കുവെച്ചുകൊണ്ട് വലിയൊരു വിറ്റ്നസ് നൽകാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അവിടെ ജാതിമത വ്യത്യാസങ്ങൾ ഒന്നുമില്ല. അവിടെയുള്ള അന്തേവാസികളായ ആളുകൾ അല്ലെങ്കിൽ സഹായം വഹിക്കുന്ന ആളുകളുടെ കൂടെയും ജാതിമത വ്യത്യാസങ്ങളും വർഗവർണ്ണ വ്യത്യാസങ്ങളും നമ്മൾ കാണിക്കാറില്ല. എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ശുശ്രൂഷ. അതുപോലെ ഇതിനെ എല്ലാ വ്യത്യാസങ്ങൾക്കും അതീതമായി ആളുകൾ നോക്കിക്കാണുകയും അതൊരു വലിയ മോഡലായിട്ടും വലിയൊരു പ്രചോദനമായിട്ടും ആളുകൾ സ്വീകരിക്കുകയും ചെയ്യുന്നത്. ഇപ്പൊ സുവിശേഷം പ്രഘോഷിക്കുവാനുള്ള ഏറ്റവും മനോഹരമായ ഒരു പ്ലാറ്റ്ഫോമാണ്. എല്ലാവരെയും സ്നേഹിക്കാനും പങ്കുവയ്ക്കാനുള്ള ഒരു ഇടം. ആ തരത്തിൽ സഭയുടെ വലിയൊരു ദൗത്യമാണെന്ന് ഞാൻ കരുതുന്നു. ഇന്ന് സീറോ മലബാർ സഭ കമ്മിറ്റി കൂടി പറയുന്നത് പാഴ്സി സിൻഡ്രോം ബാധിച്ച ഒരു കമ്മ്യൂണിറ്റി എന്നാണല്ലോ. അപ്പം ജീവനെ സ്വീകരിക്കാനും ജീവനെ സ്നേഹിക്കാനും അത് ആരുമായിക്കോട്ടെ സഭയുടെ പ്രബോധനങ്ങൾ ഇന്ന് എന്തുമാത്രം നമ്മുടെ വിശ്വാസമൂഹത്തിൽ എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനിയും അത് തുടർന്ന് നമുക്കത് കുറച്ചുകൂടെ ലൈവ് ആക്കാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് പിതാവിന്റെ ഒരു കാഴ്ചപ്പാട്. ജനന നിയന്ത്രണം സർക്കാരൊക്കെ ആവശ്യപ്പെട്ട കാലങ്ങളിൽ ഏറ്റവും താല്പര്യവും അതിനോടൊക്കെ മറുപടി കൊടുത്തുകൊണ്ട് സഹകരിച്ച ഒരു സമൂഹമായിട്ടാണ് നമ്മുടെ ഈ സമൂഹത്തെ കാണുന്നത്, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി പ്രത്യേകിച്ച്. പക്ഷെ അത് ഒരു അതിരുപെട്ടൊക്കെ പോയപ്പോൾ ജനനനിരക്ക് തീരെ കുറഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടായാണ്. അത് ഒട്ടും ഗുണകരമല്ല. അമിതമായ ജനനിയന്ത്രണ പദ്ധതികൾ ആവിഷ്കരിച്ച രാജ്യങ്ങളൊക്കെ അതിന്റെ ദുരന്ത ഫലങ്ങൾ അനുഭവിച്ചവരൊക്കെ തിരികെ വന്നു. അപ്പം ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ
അങ്ങനെ ഒരു അവരുടെ സംഖ്യയിലേക്ക് പോകാനായിട്ട് പാടില്ല. ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴും കാണുന്നത് ഇത് പ്രത്യാശയുടെ തീർത്ഥാടകനായി നമ്മൾ മാറുന്ന ആഹ്വാനം സ്വീകരിക്കുന്ന മഹാത്മ വർഷവും കൂടിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. അങ്ങനെ മഹാത്മ വർഷമായിട്ട് ഈശോയുടെ തിരുപ്പിറവിയുടെ 2025 പ്രത്യാശയോടെ നമുക്ക് തീർത്ഥാടനം ചെയ്യാം. പക്ഷെ ഇന്ന് അങ്ങനെയുള്ള കൂടുതൽ കുഞ്ഞുങ്ങൾ വേണത് നല്ലതാണെന്ന് ചിന്തിക്കുന്ന ഫാമിലിയുടെ എണ്ണം വർദ്ധിച്ചു വരുന്നത് ഒരു പോസിറ്റീവ് മൂവ് ആളുകളിൽ ഉണ്ട്. അതിന്റെ നന്മ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ. പക്ഷെ എന്നാലും അത്തരത്തിൽ ജനസംഖ്യ കുറച്ചുകൊണ്ടുവരുന്നത്, കുടുംബങ്ങളിൽ ആളില്ലാതെ വരുന്നതൊക്കെ അപകടകരമായ ഒരു കാര്യമാണ്. അതിനോട് ചേർത്ത് എനിക്ക് പറയാനുള്ള കാര്യമാണ്, വേണ്ടത്ര ചിന്തകളില്ലാതെ ഒരു 12ാം ക്ലാസ് വിദ്യാഭ്യാസം പൂർത്തിയായി കഴിഞ്ഞ് വെറുതെ കൂട്ടുകൂടി വിദേശത്തേക്ക് പലായനം ചെയ്യുന്ന ഒരു ഭാഗ്യാവസ്ഥ എന്ന് ഞാൻ പറയും. അങ്ങനെയൊക്കെ തള്ളിവിടുന്ന വെറും ബിസിനസ് മാത്രം നടത്തുന്ന ഏജൻസികളിൽ ധാരാളം പെരുകി വന്നിട്ടുണ്ട്. കുട്ടികൾ സ്വാഭാവികമായി, കുട്ടികളും മുതിർന്നവരുമൊക്കെ വിദേശങ്ങളിലേക്ക് പോയിരുന്നു എല്ലാ കാലത്തും. സ്വാഭാവികമായ മൈഗ്രേഷൻ എപ്പോഴും നല്ലതാണ്, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ഒരു സ്വാഭാവികമല്ലാത്ത ആരോ പ്രത്യേക ചെയ്ത് പുറത്തേക്ക് തള്ളുന്നത് പോലെയുള്ള ചിന്ത കൂടാതെ പോകുന്ന മൈഗ്രേഷൻ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെയും ചെല്ലുന്ന സ്ഥലങ്ങളിലും അവിടെ ഒന്നും ജോലി കിട്ടാതെ, പഠനം ഒന്നും ലഭിക്കാതെ തകർന്നു പോകുന്ന ധാരാളം ചെറുപ്പക്കാർ, ധാരാളം കുട്ടികൾ, കുടുംബങ്ങൾ എത്തുന്നുണ്ട്. വലിയ തുക ലോണൊക്കെ എടുത്ത് കുട്ടികളെ നിർബന്ധത്തിന്റെ പേരിൽ പുറത്തേക്ക് വിടുകയും അവിടെ പോയി ഒന്നുമല്ലാതായി തീരുകയും ചെയ്യുന്നത് വലിയ ദുഃഖകരമാണ്. ഈ നാട്ടിൽ തന്നെ നമുക്ക് ഔന്നത്ര സാധ്യതകൾ കണ്ടെത്താൻ, സംരംഭങ്ങളൊക്കെ ആരംഭിക്കാൻ, തൊഴിലവസരങ്ങൾ കണ്ടെത്താൻ, ഇവിടെ തന്നെ നല്ല വിദ്യാലയങ്ങളും സ്ഥാപനങ്ങളും പഠിപ്പിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തണം. അതിന്റെ ഭാഗമായിട്ട് ബെറ്റർ ഓപ്ഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ പുറത്തേക്ക് പോകുന്നതിന് അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതെല്ലാം ചിന്തയില്ലാതെ വെറുതെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാത്രം ആലോചിക്കാതെ പോകുന്നതിനുണ്ടാകുന്ന ഒരു വിധത്വം, അതും ഈ പറയുന്ന ജനസംഖ്യ കുറഞ്ഞു വരുന്നതിന് കാരണമാകുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ ഒരു സാമൂഹ്യ പ്രതിസന്ധിയായി കണ്ടുകൊണ്ട് തന്നെ നമ്മളൊക്കെ ഒരുമിച്ച് ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ വിവാഹം വേണ്ട, അല്ലെങ്കിൽ കൂടി താമസിച്ചാൽ മതി, അല്ലെങ്കിൽ ലേറ്റ് മാരേജ്, ഇങ്ങനെയുള്ളൊരു കൺസെപ്റ്റ് ഒക്കെ വളർന്നു വരുന്ന ഒരു കാലഘട്ടത്തിലാണ്. സയൻസ് പറയുന്നത് നല്ല ജീവൻ കൈമാറണേ 20s അപ്പം നമ്മുടെ യുവാക്കളെ ആ ഒരു കാഴ്ചപ്പാടിൽ കൊണ്ടുവരാനായിട്ട് സഭയ്ക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പിതാവിന്റെ ബോധ്യം. ശരിയായ കാഴ്ചപ്പാടുകളും പ്രബോധനങ്ങളും നൽകുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട. ഇതൊന്നും ഇതൊക്കെ ഓരോ വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്. എന്ന് വിവാഹം കഴിക്കണം, ഏത് പ്രായത്തിൽ വേണം, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ഓരോ വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ വിവാഹം കഴിക്കാതിരിക്കുക എന്ന് പറയുന്നത് തെറ്റായ ഒരു കാഴ്ചപ്പാടാണ്. ഇത് വിവാഹമേ വേണ്ട, വെറുതെ കൂടി താമസിച്ചാൽ എന്ന് പറയുന്ന സഭയുടെ പ്രബോധനത്തിനെതിരാണ്. ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. ഓരോ മനുഷ്യനും ഒരു ജീവിതാന്തസ്സിലേക്ക് വിളിക്കപ്പെട്ട വ്യക്തിയാണ്. ആ ജീവിതാന്തസ്സിൽ കുടുംബജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ട വ്യക്തികൾ ആണ് മഹാഭൂരിപക്ഷവും. അവർ വിവാഹ ജീവിതത്തിലൂടെ നമ്മുടെ ദൗത്യങ്ങൾ നിർവഹിക്കാനായിട്ട് ഏർപ്പെട്ടവരാണ്. വിവാഹമേ വേണ്ട എന്ന് പറയുന്നത് ഗൗരവമായ ഒരു വിശ്വാസ അംശമാണ്. ഈ വിവാഹം കഴിക്കേണ്ട എന്താണെന്ന് ചോദിച്ചാൽ ഏർലി സ്റ്റേജിൽ എന്ന് പറയാൻ ഏറ്റവും നല്ലത്. അതാണ് സയന്റിഫിക്കലി അതാണ് നല്ലത്. ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാനുള്ള നല്ലതാണ്. അപ്പൊ ഒരു ബിഫോർ 25 എന്നെങ്കിലും കുറഞ്ഞപ്പെട്ടു 25 വയസ്സിന് മുമ്പായിട്ട് വിവാഹം കഴിക്കാനായിട്ടൊക്കെ എങ്കിലും ശ്രദ്ധിക്കണം എന്നുള്ളൊരു ചിന്ത അത് ഏറ്റവും ഹെൽത്തിയാണ്. നല്ലൊരു കുടുംബാന്തരീക്ഷം ഉണ്ടാകുന്നതിനും കുഞ്ഞുങ്ങളെ വേണ്ടതും പരിപോഷിപ്പിച്ചും പരിപാലിച്ചത് നയിക്കുന്നതിനുമെല്ലാം അത് ആവശ്യമാണ് എന്നുള്ളൊരു കാഴ്ചപ്പാട് ആളുകളിൽ പങ്കുവയ്ക്കുക. ഇങ്ങനെയുള്ള ചിന്തകളും ശരിയായ കാഴ്ചപ്പാടുകളും ഒക്കെ പങ്കുവയ്ക്കാനുള്ള ഫോറംസ് ഉണ്ടാവണം. പ്രത്യേകിച്ചും ഫാമിലി മിനിസ്ട്രി, ഫാമിലി അപ്പോസ്റ്റേറ്റ്, കുടുംബം അങ്ങനെയുള്ള മേഖലകളിലൊക്കെ ഇത്തരത്തിലുള്ള ചർച്ചകൾ, ക്രിയാത്മകമായ ചർച്ചകളൊക്കെ കാണുകയും ആ ഒരു അവയർനെസ് കൊടുക്കുകയൊക്കെ ചെയ്യണം. പിന്നെ അങ്ങനെ കൂടുതൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുന്ന കുടുംബങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും പാവപ്പെട്ട കുടുംബങ്ങളെ അവരെ സഹായിക്കാനും പദ്ധതികളൊക്കെ നമുക്ക് കൂടുതലായിട്ട് ചെയ്യണം. ചെയ്തു വരുന്നുണ്ട്. ഇവിടെയും അങ്ങനെ ചെയ്യാറുണ്ടെങ്കിൽ കൂടുതലൊക്കെ പ്രൊമോട്ട് ചെയ്യേണ്ടതാണ് എന്നാണ് വിചാരിച്ചത്. കാഞ്ഞിരപ്പള്ളി രൂപത കൂടുതലും കൃഷിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ അധിവസിക്കുന്ന രൂപതയാണല്ലോ. അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി MDS ഉം PDS ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. എങ്കിൽ ഇന്ന് നമ്മളിപ്പോൾ ആന ചവിട്ടിയ ആളുകളെ കൊല്ലുന്നു, അല്ലെ കാർഷിക ബലിയുടെ സംഭവിക്കുന്നു. ഈ കാലഘട്ടത്തിൽ കൃഷിക്കാരെ പ്രചോദിപ്പിക്കാനായിട്ട് ഒരു രൂപത എന്ന നിലയിൽ, സഭ എന്ന നിലയിൽ നമ്മൾ എടുക്കേണ്ട നിലപാടുകൾ, സമൂഹത്തിന് മുമ്പിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടാനായിട്ട് ഗവൺമെന്റിനെ പ്രചോദിപ്പിക്കാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള പിതാവിന്റെ ധാരണകളൊന്ന് പങ്കുവയ്ക്കാമോ?
കാർഷിക മേഖലയുടെ നഷ്ടവും നാശവും സമ്പദ് വ്യവസ്ഥയുടെ നഷ്ടമാണ്. ഒരു രാജ്യത്തിന്റെ തന്നെ നട്ടലാണ് എന്ന് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് കാർഷിക മേഖല. ഇന്ന് കാർഷിക മേഖല അവഗണിക്കപ്പെടുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. അത് ഗവൺമെന്റുകൾ അക്കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തുന്നില്ല. അവർ പലപ്പോഴും വോട്ട് ബാങ്കുകളായിട്ട് മറ്റു പലതിനെയും കണ്ടുകൊണ്ട് മറ്റു പലതാലും നയിക്കപ്പെടുന്നുണ്ടെന്നുള്ളൊരു ദുരവസ്ഥ ഇന്നുണ്ട് ഈ സംസ്ഥാനത്തിനോട് രാജ്യത്തും പൊതുവായിട്ടും പറയാൻ പറ്റും. അപ്പോൾ ഈ കാർഷിക മേഖലയിൽ നിന്ന് നേരിടുന്ന വലിയ പ്രതിസന്ധിയും വന്യമൃഗശല്യം, അതുപോലെ വനം വർദ്ധിപ്പിക്കുക എന്നുള്ള തരത്തിലുള്ള ചില രഹസ്യ അജണ്ടകൾ, ഇത് രണ്ടും കാർഷിക മേഖലയെ വല്ലാതെ തളർത്തുന്ന ഭാരപ്പെടുത്തുന്ന ഒരു പ്രതിസന്ധിയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ മേഖല നമ്മൾ അഡ്രസ് ചെയ്യപ്പെടേണ്ടതാണ്. പലപ്പോഴും കൃഷിക്കാര് നേരിട്ട് സംസാരിക്കുമ്പോൾ വലിയ വേദനയോടെ പറയുന്ന കാര്യമാണ്, ഞങ്ങൾ കൃഷി ചെയ്തു പക്ഷെ അതെല്ലാം വന്യമൃഗങ്ങൾ കൊണ്ടുപോയി, അതെല്ലാം നശിപ്പിച്ചു, ഒരു സുരക്ഷയും ഒരു തരത്തിലുള്ള സപ്പോർട്ടും സർക്കാരിന്റെ ഭാഗത്ത് കിട്ടുന്നില്ല. എനിക്കത് വലിയൊരു സങ്കടകരമായ കാര്യമായിട്ടാണ് തോന്നുന്നത്. കാരണം കർഷകരെ സംരക്ഷിക്കാൻ അവർ സംഘടിതരല്ല എന്നുള്ളത് കൊണ്ട് അവരെ അവഗണിക്കുന്നുണ്ട്. അവർ സംഘടിക്കണം. ഇന്ന് ദൈവാനുഗ്രഹത്തായി ഇൻഫാം അവരുടെ സംഘടനകൾ ഇന്നുണ്ട്. അത് സഭ നേതൃത്വം കൊടുക്കുന്നതിൽ പോലും സഭയുടെ എല്ലാവരുടെയും കൊടുക്കുക, എല്ലാ മതസ്ഥരെയും ഉൾക്കൊള്ളുന്ന ഒരു സംഘടനയാണ് ഇൻഫാം. അതുപോലെ കത്തോലിക്ക കോൺഗ്രസ് തുടങ്ങിയ സംഘടനകളൊക്കെ ഈ മേഖലയിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കാർഷിക മേഖലയിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഇൻഫാം. ഇൻഫാം ഒരുമിച്ച് ചേരുമ്പോൾ അവിടെ നല്ല ശക്തി ഉണ്ടാകുന്നു. അത് ബന്ധപ്പെട്ട വ്യക്തികളോടും ഗവൺമെന്റിനോടൊക്കെ കാര്യത്തെ കുറിച്ച് പറയാൻ പറ്റുന്നുണ്ട്. അത് തീർച്ചയായിട്ടും മുന്നേറുക തന്നെ വേണം. അതൊക്കെ അതിനൊരു പരിഹാരമായിട്ട് ഞാൻ കാണുകയാണ്. ഏതായിരുന്നാലും വന്യമൃഗ പ്രശ്നങ്ങൾ പരിഹരിക്കുക തന്നെ വേണം. ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ നേരിട്ട് കണ്ണീരോടെ കാണുന്ന ഒരുപാട് കാഴ്ചകൾ പത്രത്താളുകളിലൂടെ എല്ലാം നമ്മുടെ മുകളിലെത്തുന്നുണ്ട്. എത്രയോ മനുഷ്യരെ ആന ചവിട്ടിക്കുന്നു, അല്ലെങ്കിൽ കാട്ടുപന്നി ആക്രമിക്കുന്നു, കാട്ടുപോത്ത് ആക്രമിക്കുന്നു, ഒരുപാട് പ്രശ്നങ്ങൾ. മനുഷ്യന്റെ ജീവന് മൃഗങ്ങളുടെ ജീവന്റെ പോലും വില കൊടുക്കാത്ത ഒരു സംസ്കൃതി ഇരുണ്ടത് തന്നെയാണ്. അതിനെക്കുറിച്ച് പരിസ്ഥിതിവാദം ഒന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പരിസ്ഥിതി സംരക്ഷിക്കപ്പെടണമല്ലോ. അത് സഭയുടെ ചിന്തയും ദർശനമാണ്. ഏറ്റവും നന്നായിട്ട് പരിസ്ഥിതി സംരക്ഷിക്കുന്ന ഒരു വിഭാഗമാണ് കർഷകർ. അവർ പരിസ്ഥിതിയെ നശിപ്പിക്കുന്നവരല്ല, സംരക്ഷിക്കുന്നവരാണ്. കൃഷി ചെയ്യുന്നവരും മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നവരും ഒക്കെയാണ് അവര്. അതുകൊണ്ട് തന്നെ കർഷകരെ പരിസ്ഥിതി വിരോധികളായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കപട പരിസ്ഥിതി വാദികൾ ചെയ്യുന്നത് തികച്ചും തെറ്റാണ്. കർഷകരെ സംരക്ഷിക്കുന്നതിന് സർക്കാർ മുൻപോട്ട് വന്ന് പദ്ധതികൾ ആവിഷ്കരിക്കണം. വന്യമൃഗ പ്രശ്നം പരിഹരിക്കാനുള്ള സത്വരമായ നടപടികൾ അടിയന്തരമായിട്ട് സ്വീകരിക്കണം. കാരണം ഒരുപാട് ജീവൻ ഇപ്പൊ പൊലിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടിയന്തരമായ നടപടികൾ സ്വീകരിക്കണം. അത് സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും ഒക്കെ ഭാഗത്തും പ്രത്യേകിച്ചും വനം വകുപ്പ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിനെ വേണ്ട വിധം ഈ കാര്യത്തിൽ നിയന്ത്രിക്കാനുള്ള ഉത്തരവാദിത്വം ബന്ധപ്പെട്ട ആളുകൾക്ക് സർക്കാരുകൾക്ക് ഉണ്ട്. വനം വകുപ്പിലുള്ളവരെല്ലാം മോശമാണെന്നല്ല ഞാൻ പറഞ്ഞു വെക്കുക. അവര് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. കാട്ടുമൃഗങ്ങളെ കാട്ടിൽ തന്നെ താമസിപ്പിക്കാനുള്ളതാണ്. അത് നാട്ടിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ കാട്ടുമൃഗമാകുന്നു. കാട്ടുമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കണമെങ്കിൽ അതിനാവശ്യമായ വെള്ളവും ഭക്ഷണവും കാടിനുള്ളിൽ പ്രൊവൈഡ് ചെയ്യണം. അല്ലെങ്കിൽ അതുങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പുറത്തേക്ക് ഇറങ്ങി ആളുകളെ നശിപ്പിക്കും. അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അത് വനം വകുപ്പിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവാദിത്വമാണ്. പിന്നെ അമിതമായിട്ട് വർദ്ധിച്ചു വരുന്ന ഈ കാട്ടുമൃഗങ്ങളുടെ എണ്ണം വിദേശ രാജ്യങ്ങളിലെല്ലാം കൃത്യമായ ഒരു സ്ട്രാറ്റജി ഉണ്ട്. ഇത്ര പരിധിക്കുള്ളിൽ, ഇത്ര ഭൂപരിധിക്കുള്ളിൽ, അല്ലെ വനത്തിന്റെ ഇത്ര അതിർത്തിക്കുള്ളിൽ ഇത്ര കാട്ടുമൃഗങ്ങളെ പാടുള്ളൂ. അങ്ങനെ ഒരു സ്ഥല പരിമിതി എല്ലാത്തിനും ഉണ്ട്. അത് കഴിഞ്ഞുകൊണ്ട് അത് വർദ്ധിച്ചു പെരുകിക്കഴിഞ്ഞാൽ അപകടമാണ്. അപ്പൊ മനുഷ്യന്റെ എണ്ണം നിയന്ത്രിക്കണമെന്ന് പറയുന്ന ബന്ധപ്പെട്ട സർക്കാർ എന്തുകൊണ്ട് കാട്ടുമൃഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു? ഇല്ല, അതിന് പരിധി വെക്കുന്നില്ല. കള്ളിങ് എന്ന് പറയുന്നതാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്ന കാര്യം. ഒരു കൺട്രോൾഡ് കണ്ടിങ് സിസ്റ്റം. എല്ലാ വർഷവും ഇത്ര നാൾ കണ്ട് ചെയ്യാനുള്ള അവസരം, അതിനുള്ള അനുവാദം ഔദ്യോഗികമായിട്ട് ഗവൺമെന്റ് കൊടുക്കും. അപ്പൊ അത് കൃത്യമായിട്ട് നടക്കും. അതുകൊണ്ട് തന്നെ അതിന്റെ എണ്ണം വർദ്ധിക്കുക. വെറുതെ നമ്മൾ കാട്ടുമൃഗങ്ങളെ നശിപ്പിക്കുകയോ കാട്ടിലേക്ക് കയറി കൂടുകയോ ഒന്നും അല്ല. അത് ചെയ്യാൻ പാടില്ല. പക്ഷെ കൃത്യമായ രീതിയിൽ ഇത്ര സ്ഥലത്തിനുള്ളിൽ ഇത്ര കാട്ടുമൃഗങ്ങളെ പാടുള്ളൂ, അതിന്റെ എണ്ണം നിത്യപ്പെടുത്തുവാനുള്ള ഒരു സംവിധാനം ഉണ്ടാവണം. അങ്ങനെയുള്ള ശാസ്ത്രീയമായ രീതിയിലുള്ള നിലപാടുകളുണ്ട്. അതിനെക്കുറിച്ച് ഈ പരിസ്ഥിതി ശാസ്ത്രജ്ഞന്മാർ തന്നെ കൃത്യമായിട്ട് പറയാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഗാഡ്ഗിലിനെ പോലെ ആളുകളൊക്കെ തന്നെ ആ കാര്യത്തെ കുറിച്ച് ഒരുപാട് സംസാരിക്കുന്നുണ്ട്. നമ്മളങ്ങനെ ഈ പരിസ്ഥിതിക്ക് വിഘാതമായ ഒരു നിലപാടല്ലത്.
ഈ ആവാസ വ്യവസ്ഥയെ എല്ലാത്തിനെയും വേണ്ട രീതിയിൽ പ്രൊപ്പോർഷണേറ്റ് ആയിട്ട് നിലനിർത്താനും സംരക്ഷിക്കാനും നിയന്ത്രിക്കാനും എല്ലാം ഉള്ള ഒരു ഉത്തരവാദിത്വം സർക്കാരുകൾക്കും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾക്കും ഉണ്ട്. പരിധി വിട്ട് ഒരെണ്ണം പെരുകി വരുന്നു, ബാക്കി എല്ലാവരെയും അത് കയറി നശിപ്പിക്കുന്നു, കോൺകർ ചെയ്യുന്നു. അത് തെറ്റാണ്, പരിസ്ഥിതി വിരുദ്ധമാണത്. അതുകൊണ്ട് വന്യമൃഗങ്ങളെ വേണ്ട വിധം നിയന്ത്രിക്കാനും അതിനെ കാട്ടിൽ തന്നെ നിജപ്പെടുത്തി അവിടെ തന്നെ നിയന്ത്രിക്കാനും നാട്ടിലേക്ക് ഇറങ്ങുന്നതിന് ഒരിക്കലും ഇടം കൊടുക്കാതിരിക്കാനുള്ള ഉത്തരവാദിത്വം ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ്, പ്രത്യേകിച്ച് വനം വകുപ്പ് അത് ചെയ്യേണ്ടതാണ്. അത് ഗവൺമെന്റുകളാണ് കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്, അതിനുള്ള സത്വര നടപടികൾ എടുക്കേണ്ടത്. ലിറ്റർജി എന്ന് പറയുന്നത് സഭയുടെയാണ്. സഭ നമുക്ക് നൽകുന്ന ആരാധന. ഇന്ന് സഭയിൽ ഏറ്റവും വലിയൊരു പ്രശ്നം വന്നത് ലിറ്റർജിയായിട്ട് ബന്ധപ്പെട്ടാണല്ലോ. അപ്പൊ ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നമ്മളിപ്പോൾ ചില വിഷയങ്ങൾ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഭൂരിപക്ഷം പേര് നിഷ്പക്ഷമായിരിക്കുന്നു. അത് എന്റെ പ്രശ്നമല്ല. മറുവശത്ത് ചിലരത് കൂടുതൽ ഇങ്ങനെ മീഡിയയിൽ കൂടെ പബ്ലിസിറ്റി കൊടുക്കുന്നു. അപ്പൊ ഈ കാലഘട്ടത്തിൽ ഈ ലിറ്റർജിയെ സംബന്ധിച്ച് സഭ ചെയ്യേണ്ട നിലപാടുകളും വിശ്വാസികളുടെ ജീവിതത്തിലേക്ക് കൊടുക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്നാണ് പിതാവിന്റെ ബോധ്യം. ഭൂമിയുടെ ആരാധനക്രമം സഭയുടെ സമ്പത്താണ്. പിതാക്കന്മാരുടെ കൈമാറി കിട്ടിയ ഒരു വലിയ സ്വത്താണ്, പൈതൃകമാണ്. അത്രയേറെ ആദരവോടുകൂടിയാണ് സഭ അതിന്റെ ആരംഭം മുതൽ ഇന്ന് വരെയും സംരക്ഷിച്ചു വരുന്നത്. വത്തിക്കാൻ കൗൺസിൽ അങ്ങനെ തന്നെയാണ് അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. അത് സംരക്ഷിക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വം സഭാപിതാക്കന്മാർക്ക് തന്നെയാണ് ഉള്ളത്. നമ്മുടെ സഭയിൽ അടുത്ത കാലത്തൊക്കെ ഉണ്ടായിരിക്കുന്ന എത്രയോ വേദനാജനകമാണ്. അത് തെരുവിലേക്ക് വലിച്ചെടുക്കപ്പെടുന്നത് ദുഃഖകരമാണ്. ഒരു തരത്തിലും അത് ന്യായീകരിക്കപ്പെടാൻ പറ്റുകയില്ല. തെറ്റിദ്ധാരണകളുടെ പേരിലാവാം, സ്വാർത്ഥ താല്പര്യങ്ങളുടെ പേരിലാവാം, കരവിന്റെ പേരിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഗൗരവമായ തെറ്റ് തന്നെയാണ്. ഈ അടുത്ത നാളുകളിൽ പരിശുദ്ധ കുർബാനയെ ആക്ഷേപിക്കുന്ന, പൗരഹിത്യത്തെ ആക്ഷേപിക്കുന്ന, ദേവാലയത്തിന്റെ പവിത്രതയെ ആക്ഷേപിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് വലിയ ദുഃഖകരമാണ്, വേദനാജനകമാണ്. ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റുകയില്ല. ഇത് കാരണം കൊണ്ടാണ് ഇപ്പോൾ ഒരിക്കലും അത് അങ്ങനെ അതിനെ സമീപിച്ചുകൊണ്ട് ഒരു നവീകരണം ഉണ്ടാക്കിയെടുക്കാൻ ആർക്കും പറ്റുകയില്ല. ഇത് സഭയുടെ ഒരു കൂട്ടായ്മയോട് ചേർന്നുകൊണ്ട് നിർവഹിക്കേണ്ട കാര്യമാണ്. സഭയുടെ കൂട്ടായ്മയിൽ ഒരുമിച്ചായിരുന്നുകൊണ്ട് കുർബാന അർപ്പിക്കാനുള്ള സാധനം. ഈ കുർബാനയുടെ കാര്യത്തിൽ തന്നെ എത്രയോ നാളുകൾ പിന്നിട്ട ചിന്തകളും ചർച്ചകളും ഇല്ല സഭയിൽ പല വേദികളിൽ നടന്നിട്ടുണ്ട്. ഒരു ചർച്ചകളും ഇല്ലാതെ അനുസരിപ്പിക്കുന്നതെന്ന് പറയുന്നത് തികച്ചും തെറ്റാണ്. സത്യസന്ധമായി ഇതിനെ വിലയിരുത്തി കഴിഞ്ഞാൽ അതിനകത്ത് അടിസ്ഥാനമില്ല. പല ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലികളിൽ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും അതിനകത്ത് മഹാഭൂരിപക്ഷം വരുന്ന ആത്മായ സമൂഹം തന്നെ അതിന്റെ ഓരോ അർത്ഥങ്ങളിലും പങ്കെടുത്ത ആത്മാരും വൈദികരും സന്യസ്തരും എല്ലാവരും തന്നെ പറയുന്ന കാര്യങ്ങൾ ഒരുപോലെ കുർബാന അർപ്പിക്കാനുള്ള സാഹചര്യം സ്ഥിരവസ്ഥയിൽ അത് ഒത്തിരി ആഗ്രഹത്തോടെയാണ് എല്ലാവരും കണ്ടത്. അതിന്റെ ഫലമായിട്ടാണ് പിന്നീട് സെനഡ് പിതാക്കന്മാരെ ഗൗരവമായിട്ട് ചിന്തിച്ചതും ടെക്സ്റ്റ് നവീകരിക്കുന്ന കൂടെ അതുപോലെ ഒരു തീരുമാനം എടുത്ത് നമുക്ക് നടപ്പിലാക്കാൻ പറ്റണോ. പിതാക്കന്മാരെ തിരഞ്ഞെടുക്കാൻ ഉത്തരവാദിത്തം എടുക്കണമെന്ന കാര്യം അപ്പൊ മുഴുവൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് എടുക്കേണ്ട സമയമായി എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ അത്യാവശ്യം കാര്യത്തിൽ ചില എല്ലാവരെയും ഉൾക്കൊള്ളാൻ പാകത്തുള്ള കോംപ്രമൈസ്, എന്നാൽ കുർബാനയുടെ ആ ഒരു ശരിയായ ദർശനത്തിന് വിഘാതം ആകാത്ത വിധം ചില കോംപ്രമൈസുകൾ വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു സെനഡ് തീരുമാനിച്ച പ്രകാരമുള്ള ഏകീകൃത രീതിയിലുള്ള കുർബാന രീതി നടപ്പിലാക്കാനായിട്ട് തീരുമാനമെടുത്തു. അതിന്റെ കൂടെ ഫ്രാൻസിസ് മാർപ്പാപ്പ അതിനെ പിതാവ് ഇത് ആഗ്രഹിക്കുന്നുവെന്ന ലക്ഷ്യം നൽകിക്കൊണ്ട് അതിനെ വേണ്ട വിധം അംഗീകരിക്കുകയും അങ്ങനെ നടപ്പിലാക്കണം, നിങ്ങളുടെ സഭയുടെ വളർച്ചയ്ക്കും നന്മയ്ക്കും ഉത്തമം എന്ന് പറഞ്ഞുകൊണ്ട് അറിയിച്ചതുമാണ്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷവും നടപ്പിലാക്കാൻ വലിയ ആഗ്രഹത്തോടു കൂടി ആരെയും വിജ്ഞാപിക്കാതെ അടിച്ചേൽപ്പിക്കാതെ ആവശ്യത്തിന് സമയം കൊടുത്തിട്ട് ഇതൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് നടപ്പിലാക്കിയ ഒരു കാര്യമാണ്. അതിനെ വല്ലാതെ വേറൊരു തരത്തിൽ കവലീകരിച്ച് തെറ്റിദ്ധരിപ്പിച്ച് വേറൊരു തരത്തിൽ പ്രാദേശികമാക്കി തീർക്കുക അത്യന്തം വേദനാജനകമാണ്. അതിന്റെ തുടർക്കഥകളായിട്ടാണ് പിന്നീട് വന്ന പലതരത്തിലുള്ള കഠിനമായ ആക്ഷേപങ്ങളും. പരിശുദ്ധ കുർബാന ദൈവാലയം അതിന്റെ പവിത്രതയും വിശുദ്ധിയുമാകുന്നത് അതൊരു സമരായുധമാകുന്നത് അതിനെ തെരുവിലേക്ക് വലിച്ചെടുക്കുന്നതോടെ യാതൊരു നന്മയും ഉണ്ടാകുന്നില്ല, കഠിനമായ ദൈവനിന്ദയും തിന്മയുമാണ്. അതുകൊണ്ട് ഒരിക്കലും സഭയിൽ നവീകരണം ഉണ്ടാവില്ല. അതുകൊണ്ട് അതിൽ നിന്ന് എല്ലാവരും മാറി ഒരുമിച്ച് പ്രാദേശിക വ്യത്യാസങ്ങൾ കൂടാതെ ഒരേ ഹൃദയത്തോടുകൂടി സാധിക്കണം. തെറ്റിദ്ധാരണകൾ അതിന്റെ പേരിൽ ഒരു വശത്തു നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും
വാഗ്വാദങ്ങൾ വന്നതിന് പരിഹാരമല്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് നമ്മുടെ ഇക്കാര്യത്തിലൊക്കെ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മേഖലയിൽ മുൻപോട്ട് നീങ്ങണം. സ്നേഹത്തോടുകൂടി ആരെയും വെറുക്കരുത്, ആരെയും വെറുക്കാതെ സ്നേഹത്തോടുകൂടി ചേർത്ത് പിടിക്കാനും ഉണ്ടാവുന്നത്. പക്ഷെ പരിശുദ്ധ കുർബാന അപ്പോഴത്തിന്റെ കാര്യത്തിൽ കോംപ്രമൈസുകളൊന്നുമല്ല വേണ്ടത്. അതെങ്ങനെയാണോ സഭയെ ആനന്ദിച്ചത്, എങ്ങനെയാണോ അതിന് സഭാപിതാക്കന്മാരും നാൽപ്പത്തായിട്ട് തീരുമാനമെടുത്തിരിക്കുന്നത്, രണ്ടുപേരും ആലോചിച്ചും ഒത്തിരിയേറെ ചർച്ചകൾക്ക് ശേഷമൊക്കെ എടുത്ത തീരുമാനമാണ്. അത് നടപ്പിലാക്കുന്നതിൽ എല്ലാം മറന്നും ക്ഷമിച്ചു ആരോട് ഒരു പ്രതികാരമോ വാശിയോടാതെ വിളിച്ചു നിൽക്കുന്നു. പരിശുദ്ധ കുർബാനയാണ് നമ്മുടെ ജീവിതത്തിന്റെ ആധ്യാത്മികതയുടെയും സഭയുടെയും ഊർജ ബോധസ്. അതിനെ വികലമാക്കരുത്. അത് കണ്ണുനീരിന്റെ അനുഭവമാണ്. അത് പറയുന്നതിന് എത്രയോ വേദനാജനകമാണ്. അതിന്റെ പേരിൽ എത്രയോ ചെറുപ്പക്കാരെ, എത്രയോ വളർന്നു വരുന്ന കുട്ടികളുടെ അവരൊക്കെ അസ്വസ്ഥരാകുന്നു, വിശ്വാസത്തിൽ നിന്ന് തന്നെ വ്യതിചലിക്കുന്നു, വല്ലാത്ത ഒരു പ്രതിസന്ധിയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തില് എല്ലാ പിടിവാശങ്ങളും ഉപേക്ഷിച്ച് ഒരുമിച്ച് നിലപാടെടുക്കാനായിട്ട് സഭയെ ആഗ്രഹിക്കുന്നു. മഹാഭൂരിപക്ഷം വരും ദൈവജനങ്ങൾ ആഗ്രഹിക്കുന്നു. 34 രൂപതകളിലും അത് യാഥാർത്ഥ്യമായി കഴിഞ്ഞു. ഇനി ഒരിടത്ത് അതിന്റെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെങ്കിൽ എല്ലാം മറന്നും ക്ഷമിച്ചും മുൻപോട്ട് പോകാനായിട്ട് തയ്യാറാവണമെന്ന് എനിക്ക് പറയാനുള്ളത്. അതുപോലെ ഇന്ന് ഈ വാഗ്വാദങ്ങളെക്കാൾ ഉപരി ഒരു താമസ ആധ്യാത്മികതയുടെ ഒരു ശൈലിയാണ് ഉണ്ടാകുന്നത്. ഒരുപക്ഷെ ഇതൊക്കെ എനിക്ക് തോന്നാറുണ്ട് നമ്മുടെ എല്ലാ വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ്. കൂടുതൽ ആഴമായ ആധ്യാത്മികതയിൽ താമസജന്യമായ ജീവിതവുമില്ല ഇതിന് കൂടുതൽ ആവശ്യമാണ്. കന്യാസ്ത്രീ സമൂഹങ്ങൾ അത്തരത്തിലുള്ള വേലയിൽ നിന്ന് ആളുകൾ വരുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസവും ഇന്നലത്തെ ദിവസം തന്നെ ഒരു താമസ ആധ്യാത്മികതയുള്ള ഒരു സന്യാസിനി സമൂഹത്തിൽ രൂപം കൊടുക്കുന്ന അതേ പൊതുവുമായിട്ട് അംഗീകരിക്കുന്ന ഒരു തിരുക്കർമ്മത്തിൽ കാർമ്മികത്വം വഹിച്ച ആളാണ് ഞാൻ. ആഴമായ ആധ്യാത്മികതയും താമസ ജീവിതമാണ് അവരുടെ ജീവിതശൈലി. അതൊക്കെയാണ് ഉത്തരം, പരിഹാരം. അതുകൊണ്ട് പരസ്പരം വഴിചാരുന്ന വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ആർഗ്യുമെന്റ്സുകൾക്കൊന്നും പ്രസക്തിയില്ല. സത്യസന്ധമായി കൊടുക്കണം, പ്രബോധനം കൊടുക്കും, സത്യം കൃത്യമായിട്ട് പറയുക. അത് ആരെയും മുറുകേൽപ്പിക്കുന്ന പോലെയോ വേദനിപ്പിക്കുന്ന പോലെയോ ആക്ഷേപിക്കുന്ന പോലെയോ അകരുത്. പ്രബോധനം സഭയിൽ നിന്നും കൃത്യമായിട്ട് കഴിയുന്നു. ആരാധനക്രമത്തെക്കുറിച്ച് ശരിയായ പഠനങ്ങൾ നടക്കുന്നു, അത് പങ്കുവയ്ക്കപ്പെടുന്നു. ആരാധനക്രമം ജീവിക്കാനുള്ളതാണ്, വാഗ്വാദത്തിനുള്ളതല്ല, വാശി തീർക്കാനുള്ളതല്ല, അവഹേളിക്കാൻ ഉള്ളതല്ല. തെരുവിലേക്ക് ഇത് ഇറക്കിക്കൊണ്ട് വരുന്നത് കഠിനമായ തെറ്റാണ്. അതുകൊണ്ട് തന്നെ പ്രബോധനങ്ങളിൽ കൃത്യമായിട്ട് പഠിക്കുകയും ചെയ്യുക, ജീവിക്കുക. താമസ ജീവിതം നയിക്കുന്ന ആളുകൾക്ക് രൂപപ്പെട്ടു വരണം. സഭയിൽ അത് എല്ലാ കാലത്തും സഭയെ ഇങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ ഉണ്ടായ കാലഘട്ടങ്ങളിലൊക്കെ ശക്തിപ്പെടുത്തുക നയിച്ചത് വിശുദ്ധരായ ആളുകളുടെ സാന്നിധ്യമാണ്. ഒരുപക്ഷെ ഈ കാലത്ത് കൂടുതൽ ആവശ്യം ആയിരിക്കാം. അതുകൊണ്ടാണ് ഈ പ്രതിസന്ധികൾ പെട്ടെന്ന് പരിഹാരം കണ്ടെത്താൻ കഴിയാതെ പോകുന്നത്. തീർച്ചയായിട്ടും പരിഹരിക്കപ്പെടുന്നു. ഇത് സഭയുടെ ഹൃദയമാണ് ആരാധനക്രമം. അത് ശരിയായി അർപ്പിക്കുന്ന ഒരു സമയവും കാലവും അതിന്റെ വിദൂര ഭാവിയിൽ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ്. ഇപ്പം ലോകത്തിന് പ്രകാശമാകേണ്ട സഭ ഇതിലൂടെ വലിയൊരു അന്ധകാരത്തിന്റെ സാന്നിധ്യമായി മാറിയിട്ടുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ അത് ഈ സഭാഗാത്രത്തിന്റെ മുറിവ് പരിഹരിക്കാനായിട്ട് സീറോ മലബാർ സഭാ സമൂഹം മുഴുവൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കാരണം ഇന്നിപ്പോൾ നമ്മൾ കൂടുതൽ കേൾക്കുന്ന നെഗറ്റിവിറ്റിയാണ്. അതായത് അവിടെ ഒരു ഇഷ്യൂവിനെ അത് പർവ്വതീകരിക്കുന്ന ഒരു അനുഭവമാണ്. പക്ഷെ ഭൂരിപക്ഷ സ്ഥലത്തും ശാന്തമായിട്ട് പോകുന്നു. അപ്പൊ ഈ ഭൂരിപക്ഷം എന്ത് ചെയ്യാനായിട്ടുണ്ടെന്നാണ് പിതാവിന്റെ കാഴ്ചപ്പാട്? പിതാവെ, എനിക്ക് പറയാവുന്നത് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഭൂരിപക്ഷം ഇക്കാര്യത്തിൽ നിസ്സംഗത വെടിഞ്ഞ് സത്യം എന്താണ് സ്നേഹത്തോടുകൂടി പറയാനും എല്ലാവരെയും ചേർത്ത് പിടിക്കാനും തയ്യാറാവുകയാണ്. എന്തേലും ആട്ടെ, ഏതെങ്കിലും പഠിക്കപ്പെട്ടെ, ഞാനൊന്നിലും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്ന ഒരു ഭൂരിപക്ഷം നല്ലതല്ല. ഒരിക്കലും നമ്മൾ തീവ്ര രീതിയിൽ മല്ലടിക്കുന്നതും ശരിയല്ല ഒരു ഭാഗത്തുനിന്നും. മറിച്ച് ഞാൻ സൂചിപ്പിച്ചതുപോലെ ശരിയായ പ്രബോധനങ്ങളും പഠനങ്ങളും സ്നേഹത്തോടുകൂടി നൽകണം. സഭാ നേതൃത്വവും തീർച്ചയായിട്ടും നടപടികൾ എടുക്കേണ്ട സമയത്ത് എടുക്കണം. ആ കാര്യത്തിലൊക്കെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ പലപ്പോഴും ഉണ്ടാകുന്നതിന്റെ കാരണം സഭ ഒരു അമ്മയുടെ ഹൃദയമുള്ള ഒരു അസ്തിത്വമാണ്. പരമാവധി എല്ലാവരെയും ചേർത്ത് പിടിച്ച് കൊണ്ടുപോകണം എന്നുള്ളത് കൊണ്ടാണ് പലപ്പോഴും കുറിച്ചെല്ലാം ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിൽ താമസം വന്നിട്ടുള്ളത്. ഒരിക്കലും അത് അതിന്റെ ഗൗരവം മനസ്സിലാകാനില്ല. സഭാ നേതൃത്വം എല്ലാവരെയും ചേർത്ത് പിടിച്ച് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു അമ്മ മനസ്സാണ്. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളിലൊക്കെ കുറെ താമസം വന്നിട്ടുണ്ട്.
അതിനെ ചിലപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോഴത്തേനും അത് വലിയൊരു കുറവായി പോയി എന്ന് ചിന്തിക്കാൻ ഇടയുണ്ട്. പക്ഷെ പലപ്പോഴും ഇതായത് യാഥാർത്ഥ്യം. തീരുമാനങ്ങൾ എടുക്കേണ്ടത് തീർച്ചയായിട്ടും എടുക്കേണ്ടതാണ്. പക്ഷെ അതേസമയം തന്നെ നമ്മൾ ആരെയും പരസ്യമായിട്ട് വിമർശിച്ചിട്ടും അത് സഭാ നേതൃത്വത്തെയാകാം, ഏതെങ്കിലും ഒരു മറുവശത്തെയാവാം, പരസ്യമായിട്ട് നിന്ദിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നത് കൊണ്ട് യാതൊരു ഫലമുണ്ടാകും. അത് കൂടുതൽ സഭയുടെ കാലത്തെയും സഭയുടെ ഹൃദയത്തെയും ഉൾപ്പെടുത്തുകയും ദുർബലപ്പെടുത്തുകയും ചെയ്യുകയുള്ളൂ. മറിച്ച് സ്നേഹത്തോടുകൂടി ശരിയായ പ്രബോധനങ്ങൾ നൽകുക, പഠനങ്ങൾ നൽകുക, തീക്ഷ്ണമായി പ്രവർത്തിക്കുക, അതാണ് നമുക്ക് ആവശ്യം. അതേസമയം തന്നെ ഒരുമിച്ച് ചിന്തിക്കാനായിട്ട് സാധിക്കും. ഒരു മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ നിസ്സംഗരാകാൻ കാണില്ല. ശരിയായത് എന്താണെന്ന് കണ്ടെത്താനും അതിനെക്കുറിച്ച് ശരിയായി അന്വേഷിക്കാനും നിലപാടുകൾ സ്വീകരിക്കാനും അത് വേണ്ടപ്പെട്ടവരോട് പങ്കുവയ്ക്കാനും ഒക്കെ നമുക്ക് സാധിക്കണം. അതിന് ആവശ്യമായ ഒരു നേതൃത്വവും അത്തരത്തിലുള്ള ഒരു നല്ല രീതിയിൽ ആരെയും അവഗണിക്കാത്ത നല്ല മൂവ്മെന്റ്സും ഒക്കെ ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. ചുരുക്കത്തില് ഇത്രേ ഉള്ളൂ. നമ്മള് പരസ്പരം പഴിലായിരുന്നത് മറന്നിട്ടും സ്നേഹത്തോടുകൂടി പറഞ്ഞു കൊടുക്കാനും പഠിപ്പിക്കാനും സ്നേഹത്തോടെ ചേർത്ത് നിർത്തുകയും ചെയ്യാനുള്ള ഒരു നല്ല മനസ്സ്, അത്തരത്തിലുള്ള സംസ്കാര ഈ മേഖലയിൽ രൂപപ്പെട്ടു വരണം. അതുകൊണ്ട് പഠിക്കുകയും വെറുതെ എവിടെങ്കിലും ഇരുന്ന് കല്ലെറിയുകയും ചെയ്യുന്നതുകൊണ്ട് യാതൊരു ഫലവും. നമ്മളൊരു കുടുംബമാണെന്നും സഭയാകുന്ന ഒരു ഗാത്രമാണെന്നുള്ള ചിന്ത എപ്പോഴും ഉണ്ടാകുന്നു. അതിനകത്ത് എവിടെയെങ്കിലും ഒക്കെ ഒരു കുറവ് വരുമ്പോൾ, ഒരു അവയവത്തിൽ വരുന്ന കുറവ് ശരീരം മുഴുവനെയും വേദനിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അതാണല്ലോ കർത്താവ് പറയുന്ന കാര്യം. ഇന്ത്യച്ചെടിയും ആളുകളും ഒപ്പം ഒരു സ്ത്രീയുടെ ആ ഒരു മനോഹരമായ ദൈവശാസ്ത്ര ദർശനമാണ് മിസ്റ്റിക്കൽ ബോഡി. എവിടെയെങ്കിലും ഒരു സ്ഥലത്തുണ്ടാകുന്ന മുറിവുകൾ സഭാകാലത്തെ മുഴുവനും ഒരുപോലെ മുറിപ്പെടുത്തും. ഒരവയവത്തിന്റെ വേദന എല്ലാ അവയവത്തിന്റെയും വേദനയാണ്. ഒരു ഭാഗത്ത് എന്തെങ്കിലും ഒരു വേദന ഉണ്ടാകുക നമ്മുടെ വേദനയായിട്ട് മാറണം. അത് പുച്ഛിക്കാനോ അവഗണിക്കാനോ ഉള്ള അവസരമായിട്ട് കാണാൻ പാടില്ല. അങ്ങനെയൊക്കെയുള്ള കുറെ കുറവുകൾ വന്നിട്ടുണ്ട്. നമുക്കതെല്ലാം പരിഹരിച്ച് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കണം. ഒരുമിച്ച് നിൽക്കണം, ഒരുമിച്ച് മുമ്പോട്ട് നീങ്ങണം, പരസ്പരം ശക്തിപ്പെടുത്തണം. കുറവുകൾ വരുന്ന മേഖലകളിൽ ശരിയായ അറിവ്, തെറ്റിദ്ധാരണ മാറ്റിക്കൊടുത്ത് ശരിയായ രീതിയിലുള്ള അറിവ് പങ്കുവയ്ക്കാൻ, സഭയെക്കുറിച്ചും ആരാധനക്രമത്തെ കുറിച്ചുള്ള ശരിയായ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കാൻ സാധിക്കണം. ആരാധനക്രമം ഒരിക്കലും ഇങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് ആലോചിച്ച് രൂപപ്പെടുത്തിയെടുക്കുന്നതൊന്നല്ല. അത് സഭയുടെ പൈതൃകമായിട്ട് കൈമാറപ്പെട്ടു വരുന്നതാണ്. അതിനാവശ്യമായ അഡാപ്റ്റേഷൻസ്, നവീകരണങ്ങളൊക്കെ വരുത്തേണ്ടതുണ്ട്. അതേസമയം തന്നെ അതിന്റെ കൃത്യമായിട്ടുള്ള ഒരു ക്രോഡീകരണവും അത്തരത്തിലുള്ള ഇംപ്ലിമെന്റേഷൻ ഒക്കെ നടത്താൻ കടപ്പെട്ടിരിക്കുന്നത് എത്രാൻ സമിതിയിൽ ബന്ധപ്പെട്ട വ്യക്തികളുമൊക്കെയാണ്. അത് സഭയുടെ എക്കാലത്തെയും പാരമ്പര്യമാണ്. അതിനെ ഒരിക്കലും തെരുവിലേക്ക് വലിച്ചഴിച്ച് അത്തരത്തിൽ ഒരു പൊതുസമൂഹത്തിന് മുമ്പിൽ സ്വയം അവഹേളിതരാകുന്നത് വലിയ അക്ഷന്തവ്യമായ ഒരു തെറ്റാണ്. കൊണ്ട് അതെല്ലാം മറന്ന് ആരെയും കുറ്റപ്പെടുത്തുക. നമുക്ക് എല്ലാവരെയും ചേർത്തിരിക്കാം, ഒരുമിച്ച് നീങ്ങാം, തീക്ഷ്ണമായി പ്രാർത്ഥിക്കാം, വിശുദ്ധിയോടുകൂടി താമസരീതിയമായ ജീവിത സമർപ്പണത്തോടുകൂടി നമ്മൾ സഭയൊന്നാകെ മുമ്പോട്ട് നീങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാം പരിഹാരം ഉണ്ടാകും. നമ്മൾ ഒരു ശരീരമാണ്, ഒരുമിച്ച് വളരേണ്ടവരാണ്, ഒരുമിച്ച് ഫലം പുറപ്പെടുവിക്കേണ്ടവരാണ് എന്ന് നമുക്ക് ഓർക്കാം. ഈ കാര്യത്തിൽ എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട്. സിനഡ് ഇക്കാര്യത്തിൽ വലിയ ജാഗ്രതയും ശ്രദ്ധയും കൊടുക്കുന്നുണ്ട്. സിനഡിന്റെ സമ്മേളനങ്ങളിൽ ഒരുപാട് സമയം ഇതിനാവശ്യമായ പരിഹാരങ്ങൾ കണ്ടെത്താനുള്ള തീവ്രമായ അന്വേഷണത്തിലും പ്രാർത്ഥനയിലും ചർച്ചകളിലും ഒക്കെയാണ്. അതുകൊണ്ട് ഒരിക്കലും ഇതിനെ നിസ്സാരമായിട്ട് കാണുന്നില്ല, ഗൗരവമായിട്ട് തന്നെയാണ് എടുക്കുന്നത്. വലിയൊരു വേദനയായിട്ടാണ് എല്ലാ പിതാക്കന്മാരും ഇതിനെ കാണുന്നത്. തീർച്ചയായിട്ടും ഇത് പരിഹരിക്കപ്പെടും. അതിനുള്ള വഴികൾ പുതിയതായിട്ടൊക്കെ തുറക്കപ്പെടുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് കഴിഞ്ഞത് മറന്ന് സ്നേഹത്തോടു കൂടി ഒരുമിച്ച് കൈകോർന്ന് അതാണ് ഇതിനെക്കുറിച്ച് പങ്കുവയ്ക്കുന്നത്. ഇന്ന് മദ്യത്തിന്റെയും അതുപോലെ ലഹരിയുടെ ഉപയോഗം കൂടി വരുന്ന കാലമാണ്. അതുപോലെ മൂല്യങ്ങളില്ലാത്ത ഒരു സമൂഹം വളരുന്നു. കൈക്കൂലി, അഴിമതികൾ, കള്ളത്തരങ്ങൾ, ഇങ്ങനെ പലതരത്തിലുള്ള. അങ്ങനെ വരുന്നൊരു സമൂഹത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട വിശ്വാസ പരിശീലനം അത് എപ്രകാരമായിരിക്കണം എന്നുള്ളതാണ് പിതാവിന്റെ ധാരണയും ബോധ്യവും കാഴ്ചപ്പാടും. മദ്യം മാത്രമല്ല, അതിന്റെ ഉപരിയായിട്ട് ഡ്രഗ്സിന്റെ ഉപയോഗം അത് കൂടുതലായിട്ടുള്ളത് ഈ കോവിഡ് കാലത്താണ് എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ മറ്റൊരു വലിയ വിഷയമാണ് സൈബർ അഡിക്ഷൻ. അതുപോലെ തന്നെ ഒരു അഡിക്ഷൻ, അതിനേക്കാൾ വലിയൊരു അഡിക്ഷൻ അനുഭവം മാറിയിരിക്കുന്നു. അപ്പം മദ്യം, മയക്കുമരുന്ന്, സൈബർ അഡിക്ഷൻ, ഈ 3 തരം അഡിക്ഷൻസ് എന്ന് നമ്മുടെ ഒത്തിരിയേറെ ബാധിച്ചിട്ടുണ്ട്. ഈ സൈബർ അഡിക്ഷനും കൂടുതൽ കോവിഡ് കാലത്താണ്. അപ്പൊ ഇതെല്ലാം കോവിഡ് കാലത്ത് മാത്രമല്ല, അതിന് മുമ്പ് ഉണ്ടായിരുന്നു. പക്ഷെ അത് കുറച്ചുകൂടി കൂടി, അതിനുശേഷം അത് കുറഞ്ഞിട്ടില്ല.
അപ്പൊ ഈ ഒരു വലിയ പ്രതിസന്ധി ഇന്ന് നമ്മളെല്ലാം നേരിടുന്നുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് അവിടെയും എനിക്ക് പറയാനുള്ളത് ശരിയായ ബോധവൽക്കരണ ക്ലാസ്സുകളും ബോധവൽക്കരണ പദ്ധതികളും പദ്ധതികളൊക്കെയാണ് വേണ്ടത്. അതിനുള്ള എല്ലാ മാധ്യമങ്ങളും അതിനുവേണ്ടി പ്രയോജനപ്പെടുന്നു. മാധ്യമങ്ങൾ കടിമപ്പെട്ടു പോയവര് മാധ്യമങ്ങളുടെ പോസിറ്റീവ് ഉപയോഗത്തിലൂടെ തിരികെ കൊണ്ടുവരാനായിട്ട് സാധിച്ചിരിക്കും. അപ്പൊ നമ്മുടെ ഒരു സൈബർ മേഖലയിൽ തന്നിരിക്കുന്ന വലിയൊരു കമ്മച്ചുതി ഇത്തരത്തിലുള്ള അഡിക്ഷനിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങളെ ആ മേഖലയിൽ തന്നെ നിന്നുകൊണ്ട് തന്നെ തിരിച്ചുപിടിക്കാൻ പറ്റും എന്നുള്ള ശ്രമങ്ങളുണ്ട്. അപ്പൊ കാറ്റഗറൈസേഷൻ എല്ലാം ആ മേഖലയിലേക്ക് വരണം. സ്വാതന്ത്ര്യശീലന ടെക്സ്റ്റ് ബുക്കുകളിലെല്ലാം മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. 11-12 ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കുകളുടെ പണി പൂർത്തിയായി. അത് 11ാം ക്ലാസ്സിലെ ആരംഭിച്ചു കഴിഞ്ഞ് പുതിയ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തുള്ള വിശ്വാസ പരിശീലനം 12ലേത് ഈ വരുന്ന അക്കാദമിക വർഷത്തിൽ ഇറങ്ങുന്നു. അപ്പൊ അതെല്ലാം തീർച്ചയായിട്ടും വിശ്വാസ പരിശീലന മേഖലയിൽ പുത്തൻ ഉറവായിട്ട് വരും. അത് ടെക്സ്റ്റ് ബുക്ക് മാത്രം മാറേണ്ട കാര്യമില്ല, അതിന്റെ ആ ഒരു മെത്തഡോളജി ശരിയായ രീതിയിൽ അവിടെ മാറേണ്ടതായിട്ടുണ്ട്. ആ മെത്തഡോളജി ഉപയോഗിച്ചുകൊണ്ട് പഠിപ്പിക്കണം എന്ന് തന്നെയാണ് ആ ടെക്സ്റ്റ് ബുക്ക് വിഭാവനം ചെയ്യുന്നത്. അപ്പൊ വിശ്വാസ പരിശീലന ക്ലാസ്സുകളിലൂടെ നമുക്ക് ഈ അവയർനെസ് എന്താണ് കൊടുക്കാനായിട്ട് സാധിക്കണം. പിന്നെ കുടുംബങ്ങളിൽ, അവിടെ ഞാൻ വീണ്ടും കുടുംബങ്ങളിലേക്ക് മടങ്ങുകയാണ്. കുടുംബങ്ങളിലാണ് ഇത്തരത്തിൽ മാതാപിതാക്കളുടെയും അതുപോലെ മുതിർന്നവരുടെയും ഒരു പ്രത്യേക ശ്രദ്ധയും കരുതലും അക്കമ്പനിമെന്റും അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാം ഉപദേശങ്ങളിൽ ഒതുക്കാൻ പാടില്ല, അക്കമ്പനിമെന്റ് കൊടുക്കണം കുഞ്ഞുങ്ങൾക്ക്. അവരെ ശരിയായ രീതിയിൽ ഗൈഡ് ചെയ്യാൻ, സ്നേഹത്തോടുകൂടി ഈ മേഖലയിൽ നയിക്കാനൊക്കെ മാതാപിതാക്കൾക്ക് കടമയുണ്ട്. തീർച്ചയായും ഗൗരവമായിട്ട് തന്നെ സഭയും എടുത്തിട്ടുണ്ട്. മദ്യവർജന അല്ലെങ്കിൽ മദ്യനിരോധന പ്രസ്ഥാനങ്ങളുണ്ട്, ഡി അഡിക്ഷൻ സെന്റേഴ്സ് ഉണ്ട്, ധ്യാനങ്ങളുണ്ട്. നമുക്കിവിടെയും അത്തരത്തിലുള്ള ധ്യാന സെന്ററുകളുണ്ട്. ഒരുപാട് പേരെ അതിൽ നിന്ന് വിമോചിപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. മദ്യത്തിന് അഡിക്റ്റ് ആയിട്ടുള്ള ആളുകൾ, ഡ്രഗ്സിന് അഡിക്റ്റ് ആയിട്ടുള്ള ആളുകൾ വന്ന് ഈ ഒരു ധ്യാനത്തിന് തന്നെ എല്ലാ മാസവും 10ാം തീയതി മുതൽ 17ാം തീയതി വരെയുള്ള ദിവസങ്ങളിലൂടെ അമ്പലക്കാട് എന്ന് പറയുന്ന സ്ഥലത്തിലൂടെ നടത്തുന്നുണ്ട്. അതൊരു ഇനീഷ്യൽ സ്റ്റെപ്പാണ്. അതിൽ നിന്ന് മോചനം കിട്ടാനുള്ള ഒരു വലിയ ശക്തിയുണ്ട്. തുടർന്ന് വരെ അക്കമ്പനി ചെയ്യുകയെ ഗ്രൂപ്പുകൾ തുടങ്ങിയത് നല്ല അനുധാവനം കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് വിവിധമാക്കാം. അഡിക്ഷനിൽ അകപ്പെട്ടു പോയത് ഇനി അതിൽ അകപ്പെടാതിരിക്കാനാണ് അത് പ്രചരിപ്പിച്ചത്. ശരിയായ പ്രബോധനങ്ങളും ബോധവൽക്കരണവും വിവിധ മേഖലകളിലും, അത് സംഘടനാ തലത്തിലും കുടുംബതലത്തിലും കുടുംബ കൂട്ടായ്മ തലങ്ങളിലും എല്ലാം നമ്മൾ നടത്തണം. അങ്ങനെ നമുക്ക് ശക്തമായിട്ട് മുമ്പോട്ട് നീങ്ങാനായിട്ട് സാധിക്കുന്നു. ഈ ഡ്രഗ് ലോബികളൊക്കെ ഉണ്ട്. കുട്ടികളെ പലതരത്തിൽ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന അത്തരത്തിലുള്ള വമ്പൻ ലോബികൾ, അവരെയൊക്കെ മുൻകൂട്ടി നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അകറ്റി നിർത്താനും ആ ഒരു തരത്തിൽ മുമ്പോട്ട് സംഘടിതമായിട്ട് നീങ്ങാനും പറ്റിയുള്ള ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും സഭയ്ക്ക് പ്രത്യേകിച്ചുണ്ട്. അത് സഭയുടെ മാത്രമല്ല, നമ്മുടെ എല്ലാ വിഭാഗത്തിലുള്ളവരെയും, എല്ലാ മതവിഭാഗത്തിലുള്ളവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. ഇത്രയും സമയം ഞങ്ങളോട് നന്ദി പറയും. പ്രധാനമായിട്ട് പരിശോധിക്കാം. പിതാവിനോട് ആഘോഷത്തിന്റെ പ്രത്യേകിച്ച് ജൂബിലി വർഷത്തെ സഭ കടന്നു പോകുന്നു. ആ സഭ ഞങ്ങൾ ചെയ്യേണ്ട കാര്യത്തിൽ പിതാവിന് കാഴ്ചപ്പാട് പങ്കുവയ്ക്കണമെന്ന് പറയുന്നു. മഹാജൂബിലി വർഷത്തിലാണ് നമ്മൾ പ്രത്യാശയുടെ തീർത്ഥാടകരായിട്ട് നമുക്ക് വീഞ്ഞാം എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്യുന്നത്. മാർപ്പാപ്പ തീർത്ഥാടകർ എന്ന് പറയുന്നത് തന്നെ അർത്ഥമാകുന്നത് ഒരു രണ്ടർത്ഥത്തിലാണ്. ഒന്ന്, ദൈവസാന്നിധ്യം പ്രത്യേകമുള്ള ഇടങ്ങളിലേക്കുള്ള അത് പ്രോത്സാഹിപ്പിക്കുന്നു. ഒരു ഇന്റേണൽ പ്രിവിലേജ്, ഒരു ഇന്റീരിയർ ആയിട്ടുള്ള ഒരു ജേർണി, അതാണ് അടിസ്ഥാനപരമായിട്ടുള്ളത്. ദൈവത്തെ കണ്ടെത്താനുള്ള അന്വേഷണമാണ്. ഒരു ദൈവസാന്നിധ്യം തേടുന്ന ഒരു അന്വേഷണമാണ് എല്ലാ മനുഷ്യരുടെ ജീവിതമാണ്. അത് കൊണ്ട് ബന്ധപ്പെടുത്താനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണം. അത് ഇടവക തലങ്ങളില്, രൂപത അതിരൂപത തലങ്ങളിലെല്ലാം സഭാതലങ്ങളിലും നടക്കേണ്ടതാണ്. എല്ലാ രൂപതകളിലും ഇത്തരത്തിൽ പരിപാടികൾ നടത്തി വരുന്നുണ്ട്. വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ദൈവത്തെ കണ്ടെത്തുന്ന മനുഷ്യന് ഒരു വെർട്ടിക്കൽ ലൈനില് അത് നിർവഹിക്കുന്നത് പൂർത്തിയാകണമെങ്കിൽ ഹൊറിസോണ്ടൽ ലൈനില് മനുഷ്യനെയും കൂടി കണ്ടെത്താനായിട്ട് ശ്രമിക്കണം. വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ഡിമെൻഷൻസ് ഈ കാര്യത്തിൽ ഉണ്ട് എന്ന് തന്നെ മാർപ്പാപ്പ പറയുന്നത്. കാരണം മാർപ്പാപ്പയുടെ ആ ഒരു 8 കാര്യങ്ങൾ മാർപ്പാപ്പ പറയുന്നതിനകത്തെല്ലാം ഈ 2 ഡിമെൻഷൻസ് നന്നായിട്ടുണ്ട്. ദൈവത്തെ അന്വേഷിക്കുക എന്ന് പറയുമ്പോൾ പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലേക്ക് ഇറങ്ങി ചെന്ന് അവരെ ചേർത്ത് പിടിക്കണം. അതിൽ 2 നല്ലൊരു മോഡലായിട്ട് മാർപ്പാപ്പ ചെയ്ത 2 പ്രവൃത്തികളുണ്ട്. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ കവാടം തുറന്നുകൊണ്ട് ആ വിശുദ്ധ ദൈവാലയത്തിന്റെ ഉള്ളിലേക്ക് തീർത്ഥാടനത്തിനായിട്ട് അദ്ദേഹം കയറുന്നു. എല്ലാവരെയും ഹൃദയത്തിൽ ഏറ്റെടുത്തിട്ടുണ്ട്. ഇറ്റലിയിലെ റബീബിയ ജയിലിന്റെ കവാടം തുറന്നുകൊണ്ട് തടവറയിലുള്ളവരെ കാണാനായിട്ട് അദ്ദേഹം അതിനോട് ചേർന്ന് മറ്റൊരു ദിവസം കടന്നു ചെയ്യുന്നു.
വെർട്ടിക്കലായിട്ട് ഹൊറിസോണ്ടൽ. ഒന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ പ്രതിനിധാനം ചെയ്യുന്ന ഒരിടത്തിലേക്കുള്ള പ്രവേശനം. അതൊരു സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയും ഒരു റബീബിയയിലും മാത്രമല്ല. That includes a lot. That gives a specific message to the world. ദൈവത്തെയും മനുഷ്യനെയും ചേർത്ത് പിടിക്കുക. പ്രത്യേകിച്ചും സഹായം അർഹിക്കുന്നവരെ, അവഗണിക്കപ്പെട്ടവരെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് മാത്രമേ ദൈവത്തിലേക്ക് നടന്നു നടക്കാൻ പറ്റുള്ളൂ എന്നുള്ള വളരെ കൃത്യമായ ഒരു മെസ്സേജാണ് തരുന്നത്. അതിനാവശ്യമായ കർമ്മപദ്ധതികൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ എല്ലാ തലങ്ങളിലും നടപ്പിലാക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതിന് വലിയ റിവൈവലായിട്ട് വരും. നമുക്ക് പ്രത്യാശയോടെ നീങ്ങാം. തീർച്ചയായിട്ടും ലോകത്തിൽ ഒത്തിരി അന്ധകാരമുണ്ടെന്നൊക്കെ നമ്മൾ അധികം പഠിക്കേണ്ടെന്ന് എന്റെ അഭിപ്രായം. അന്ധകാരത്തിന്റെ ചെയ്തികളൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. പക്ഷെ അതേസമയം തന്നെ ഒരുപാട് ലോകത്തിന്റെ പ്രകാശമായ നിശിത എന്നുള്ള മധ്യമുണ്ട്. നമുക്ക് പ്രത്യാശയോട് നീങ്ങാം. ഈ കർത്താവിന്റെ പ്രകാശത്തില് അന്ധകാരത്തിന്റെ എല്ലാ പ്രവണതകളും പ്രവൃത്തികളും മേഖലകളും അതൊന്നും തിന്മയുടെ പ്രവർത്തനങ്ങളെല്ലാം ഇല്ലെന്നാണ്. നമ്മുടെ ഈ നിശിതായുടെ പ്രകാശം ജീവിക്കുവാനായിട്ട്, ലോകത്തിന്റെ പ്രകാശമായി തന്നെ ജീവിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. അത് നമുക്ക് ഓരോരുത്തരും വ്യക്തിപരമായ ജീവിതത്തിൽ ജീവിക്കാൻ പറ്റുമ്പോൾ നമ്മളെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൗത്യങ്ങൾ നന്നായി നിർവഹിച്ചുകൊണ്ട് എന്ന നിലയിലും, വൈദികം എന്ന നിലയിലും, സന്യസ്തർ എന്ന നിലയിലും, കുടുംബജീവിതം നയിക്കുന്ന ആളുകൾ എന്ന നിലയിലും ഈ കർമ്മങ്ങൾ നന്നായി നിർവഹിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ആ പ്രകാശത്തിലെ ബാക്കിയുള്ളതൊക്കെ പ്രഭാവരിതമാകും എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടും വിശുദ്ധിയോടും തീർത്ഥതയോടും കൂടി ജീവിക്കുമ്പോൾ വിശുദ്ധിയുടെ പ്രകാശത്തിൽ, നന്ദിയുടെ പ്രകാശത്തിൽ ലോകത്തിൽ കൂടുതൽ സന്തോഷ സമാധാനം രൂപപ്പെട്ടു വരുമെന്ന് കാണുമ്പോൾ നിങ്ങളുടെ കർത്തവ്യം കണ്ട് സ്വർഗസ്വനായ പിതാവിനെ മഹത്വപ്പെടുത്തുന്നത് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്നുള്ളതിൽ വചനം അതിലെല്ലാം വലിയ മാർഗദർശനമായിട്ട് മാറുന്നു. പിതാവെ, കാഞ്ഞിരപ്പള്ളി രൂപതയുടെ ഇടയിൽ എന്ന നിലയിൽ തിരക്കേറിയ ജീവിതത്തിനിടയിലും ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയം മാറ്റിവെച്ചത് പിതാവിന്റെ നല്ല മനസ്സിന് എങ്ങനെ നന്ദി പറയണം എന്ന് ഞങ്ങൾക്കറിയില്ല. എങ്കിലും ഞങ്ങളുടെ എളിയ നന്ദി പിതാവിന് മുന്നിൽ പ്രകടിപ്പിക്കുകയാണ്. പിതാവിന്റെ എല്ലാ ശുശ്രൂഷകളും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് കാഞ്ഞിരപ്പള്ളി രൂപതയും അതുപോലെ സീറോ മലബാർ സഭയ്ക്കും പിതാവിലൂടെ ദൈവം വലിയ കൃപകൾ പങ്കുവയ്ക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കൊരു ആശീർവാദം നൽകണമെന്ന് വിനീപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ഇങ്ങനൊരു മീഡിയയിലൂടെ, ഒരു ചാനലിലൂടെ എല്ലാം നന്മയുടെ പ്രസരണങ്ങൾ എല്ലാ ഹൃദയങ്ങളിലും എത്തിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇടവകയെ നയിക്കുന്ന നല്ല ഇടയെന്ന് അറിയപ്പെടുന്ന ശുശ്രൂഷകൾക്ക് സഹപ്രവർത്തകർ എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും തരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. എനിക്ക് പ്രാർത്ഥിക്കുന്നത്